പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയറിന്റെ ക്ലാസ് ആണ്. 2025 ജൂണിലെ കറണ്ട് അഫയറിന്റെ ക്ലാസ്. ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് കേരളത്തിനെ കുറിച്ചാണ്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട് 2025 നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും അവാർഡുകളും എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് 2024 ആർക്കാണ് ലഭിച്ചത്? സാറ ജോസഫിനാണ് ലഭിച്ചത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും MB ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് ലഭിക്കുന്നത്. എന്തൊക്കെയാണ്? 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും MB ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് സാറ ജോസഫിനാണ്. തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MK സാനു ആണ്. തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. അടുത്തത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ഓക്കെ, ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പി. പിന്നെ പോകുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിലോട്ട് കടക്കുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അഖിൽ പി ധർമ്മജനാണ് ലഭിച്ചത്. അഖിൽ പി ധർമ്മജനാണ് ലഭിച്ചത്. റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ എഴുതിയ അഖിൽ പി ധർമ്മജനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാര ജേതാവ്, ബാലസാഹിത്യം ഉണ്ട്, യുവ സാഹിത്യം ഉണ്ട്. ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്താണ്. ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പെൻഗിനുകളുടെ വൻകരയിൽ എന്ന നോവലാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. പെൻഗിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്തിന് ലഭിച്ചത്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്? ശരത്തിനും നിലീനയ്ക്കുമാണ് ലഭിച്ചത്. ശരത്തിനും നിലീനയ്ക്കും. പിന്നെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? KG പരമേശ്വരൻ നായർക്ക് ലഭിച്ചു 2021. 2022 ഏഴാച്ചേരി രാമചന്ദ്രൻ ലഭിച്ചു. 2023 N അശോകന് ലഭിച്ചു സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. അതെന്തിനാണ് നൽകുന്നത്? മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണേത്? സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2023, 2022, 2021. 2023 N അശോകനും 2022 ഏഴാച്ചേരി രാമചന്ദ്രനും 2021 KG പരമേശ്വരൻ നായർക്കുമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകളാണ്. എത്രയാണ്? 25,000 രൂപയും 25,000 രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് പുരസ്കാരങ്ങൾ. എന്തൊക്കെയാണ്? 25,000 രൂപ, സാക്ഷ്യപത്രം, ഫലകം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ. മികച്ച കവിത ഏതാണ്? അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന കവിത. ഓക്കെ അല്ലേ? നോവൽ ഏതാണ്? മികച്ച നോവല് ആനോ എന്ന് പറയുന്ന നോവലാണ്. ആരാണ് രചിച്ചത്? GR ഇന്ദുഗോപനാണ് രചിച്ചത്. GR ഇന്ദുഗോപൻ. പിന്നെ ചെറുകഥാ വിഭാഗത്തിൽ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്കാണ് ലഭിച്ചത്. ആരാണ് രചയിതാവ്? V ഷിനിലാലാണ്. ആരാണ്? V ഷിനിലാലാണ്. നാടകത്തിന് ലഭിച്ചത് ഏതാണ്? പിത്തള ശലഭം എന്ന് പറയുന്ന നാടകത്തിനാണ് ലഭിച്ചത്. ആരാണ് രചയിതാവ്? ശശിധരൻ നടുവിലാണ്. ആരാണ്? ശശിധരൻ നടുവിൽ. സാഹിത്യ വിമർശനം വിഭാഗത്തിൽ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന് പറയുന്നതാണ് സാഹിത്യ വിമർശനം. ആരാണ് എഴുതിയത്? G ദിലീപനാണ് എഴുതിയത്. G ദിലീപൻ. ഓക്കെ അല്ലേ? അടുത്തത് വൈജ്ഞാനിക സാഹിത്യം വിഭാഗത്തിൽ നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന കൃതിക്കാണ് വൈജ്ഞാനിക സാഹിത്യത്തിന് അവാർഡ് ലഭിച്ചത്. ആരാണ് രചയിതാവ്? ദീപക് P ആണ്. ആരാണ്? ദീപക് P.
ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ് ലഭിച്ചത്. ആരുടെയാണ് കൃതി? ഡോക്ടർ കെ രാജശേഖരൻ നായർ. ഡോക്ടർ കെ രാജശേഖരൻ നായർക്കാണ് ജീവചരിത്രം ആത്മകഥ എന്ന വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി 2024 ലഭിച്ചത്. യാത്രാ വിവരണ വിഭാഗത്തിൽ ആരോഹണം ഹിമാലയം എന്ന് പറയുന്നതാണ് അവാർഡിൽ ലഭിച്ച കൃതി. ആരാണ് എഴുതിയത്? KR അജയനാണ്. ആരാണ്? KR അജയൻ. വിവർത്തന വിഭാഗത്തിൽ എന്റെ രാജ്യം എന്റെ ശരീരം എന്നുള്ളതാണ് വിവർത്തന വിഭാഗത്തിലെ അവാർഡ് ലഭിച്ചത്. ആരാണ് രചിച്ചത്? ചിഞ്ചു പ്രകാശ് ആണ് രചിച്ചത്. ആരാണ്? ചിഞ്ചു പ്രകാശ്. ബാലസാഹിത്യ വിഭാഗത്തിൽ അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്ക് EN ഷീജയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. ബാലസാഹിത്യം. ഹാസ്യ സാഹിത്യ വിഭാഗത്തിൽ കേരളത്തിന്റെ മൈതാത്മകത എന്ന് പറയുന്ന കൃതിക്ക്, പിന്നെ വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന് പറയുന്ന കൃതിക്ക് നിരഞ്ജൻ എന്ന ആൾക്കാണ് ഹാസ്യ സാഹിത്യ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചത്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ലീജിയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ്. ആർക്കാണ് ലഭിച്ചത്? പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ്ക്കാണ് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ നൈറ്റ് ഓഫ് ലീജിയൻ പുരസ്കാരം ലഭിച്ചത്. പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ്. അടുത്ത ചോദ്യം 2025 സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ഷാജി പ്രഭാകരനാണ്. 2025 സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷാജി പ്രഭാകരൻ. കൃതികൾ കാഴ്ചപ്പാടുകൾ, ന്യൂറോ സംവാദം, കവിത, ശ്ലോകാഞ്ജലി എന്നിവയായിരുന്നു കൃതികൾ. കാഴ്ചപ്പാടുകൾ, ന്യൂറോ സംവാദം, കവിത, ശ്ലോകാഞ്ജലി എന്നിവയായിരുന്നു വിഭാഗം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം കേരള സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവി ആരാണ്? റവാഡ ചന്ദ്രശേഖറാണ്. ആരാണ്? റവാഡ ചന്ദ്രശേഖറാണ് കേരള സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവി. റവാഡ ചന്ദ്രശേഖർ. അടുത്ത പോയിന്റ്, കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി താൽക്കാലിക ചുമതലയേറ്റത് ആരാണ്? പ്രൊഫസർ CR പ്രസാദ് ആണ് മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് താൽക്കാലിക ചുമതലയേറ്റത്. ഓക്കെ. അടുത്ത പോയിന്റ്, ആക്കുളത്തെ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ മനീഷ് ഖന്നയാണ് ആക്കുളത്തെ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായിട്ട് ചുമതലയേറ്റത്. അടുത്ത പോയിന്റ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള വലിയ സംസ്ഥാനം, രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള വലിയ സംസ്ഥാനം ഏതാണ് വലിയ സംസ്ഥാനം? കേരളമാണ്. കേരളമാണ്. ലിംഗ അസമത്വവും ഗ്രാമ നഗര അസമത്വവും ഏറ്റവും കുറവുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. എന്താണ്? ലിംഗ അസമത്വവും ഗ്രാമനഗര അസമത്വവും ഏറ്റവും കുറവുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കാസ്പിയൻ ഗൾ അല്ലെങ്കിൽ ലാറസ് കാച്ചിനൻസ് എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം കേരളമാണ്. അപൂർവ ഇനം ദേശാടന പക്ഷിയെ കാസ്പിയൻ ഗൾ ലാറസ് കാച്ചിനൻസ് എന്ന അപൂർവ ദേശാടന പക്ഷിയെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, സാർവത്രിക പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളമാണ്. എന്താണ്? സാർവത്രിക പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ കോൺക്ലേവ് ആണ് ഏത്? ഭൂമി എന്ന് പറയുന്ന കോൺക്ലേവ്. ഏതാണ് കോൺക്ലേവ്? ഭൂമി എന്ന് പറയുന്നതാണ് കോൺക്ലേവ്. കോൺക്ലേവിന്റെ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കോവളത്തായിരുന്നു ഈ ഒരു കോൺക്ലേവിന്റെ വേദി എന്ന് പറയുന്നത്. എന്താണ്? കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി റവന്യൂ, സർവേ, ഭൂരേഖ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ കോൺക്ലേവ് ആണ് ഏത്? ഭൂമി എന്ന് പറയുന്ന കോൺക്ലേവ്. ഏതാണ്? ഭൂമി. വേദി കോവളമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കോവളമായിരുന്നു ഈ ഒരു കോൺക്ലേവിന്റെ വേദിയായിട്ട് പറയുന്നത്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യ ദാരിദ്ര്യമുക്ത ജില്ലയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതായിരുന്നു? കോട്ടയമായിരുന്നു. കോട്ടയം ജില്ല. പ്രഖ്യാപിച്ചത് MB രാജേഷ്.
എം ബി രാജേഷ്. അദ്ദേഹം ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം ബി രാജേഷ് ആണ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത ജില്ലയായി കോട്ടയത്തിനെ പ്രഖ്യാപിച്ചത്. അടുത്ത പോയിന്റ്, കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ് ക്ഷേത്രം? ഓങ്ങല്ലൂരിലെ തളിയിൽ ശിവക്ഷേത്രം. ഓങ്ങല്ലൂരിലെ തളിയിൽ ശിവക്ഷേത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഓങ്ങല്ലൂരിലെ തളിയിൽ ശിവക്ഷേത്രമാണ്. അടുത്ത പോയിന്റ്, വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? വെള്ളയമ്പലത്താണ്. എവിടെയാണ്? വെള്ളയമ്പലം. എന്താണ് സ്ഥാപിതമാകുന്നത്? വാട്ടർ മ്യൂസിയം. എന്താണ്? വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ്. എവിടെയാണ്? വെള്ളയമ്പലം. അടുത്ത പോയിന്റ്, 2025 ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏതാണ്? നിലമ്പൂരാണ്. 2025 ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം നിലമ്പൂർ മണ്ഡലമാണ്. വിജയിച്ചത് ആര്യാടൻ ഷൗക്കത്താണ്. എത്രയായിരുന്നു ഭൂരിപക്ഷം? 11,077 വോട്ടിന് ഭൂരിപക്ഷം. ആരാണ് ജയിച്ചത്? ആര്യാടൻ ഷൗക്കത്ത്. ഇലക്ഷൻ നടന്ന മണ്ഡലം നിലമ്പൂരാണ്. എവിടെയാണ്? നിലമ്പൂർ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത പോയിന്റ്, ലയം ഹൗസിംഗ് പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ലയങ്ങൾ എവിടേക്കാണുള്ളത് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ലയങ്ങൾ ഇടുക്കി ജില്ലയിൽ കൂടുതലുണ്ടോ എന്നുള്ള തേയിലപരമായിട്ടുള്ള ജോലിക്കൊക്കെ വരുന്ന ആൾക്കാർ ലയങ്ങളിലാണ് എന്നൊക്കെ താമസിക്കുന്നതൊക്കെ ചിന്തിച്ചാൽ മതി. ലയം ഹൗസിംഗ് പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, അടുത്തായി കേരളത്തിൽ വ്യോമ പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. അടുത്തായി കേരളത്തിൽ വ്യോമ പ്രതിരോധം കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. ഏതാണ്? കോഴിക്കോട് ജില്ല. അടുത്ത പോയിന്റ്, ഓഗസ്റ്റിൽ സിനിമ കോൺക്ലേവിന് വേദിയാവുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. എവിടെയാണ് സിനിമ കോൺക്ലേവിന് വേദിയാവുന്നത്? തിരുവനന്തപുരം. എന്നാണ്? ഓഗസ്റ്റിൽ സിനിമ കോൺക്ലേവിന് വേദിയാവുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. നിലവിലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? പ്രേംകുമാറാണ്. സിനിമാ നടനായ പ്രേംകുമാറാണ് നിലവിലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. സിനിമാ നയത്തിന്റെ കരട് രൂപം നൽകിയ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഷാജി എൻ കരുണാണ്. സംവിധായകനായ ഷാജി എൻ കരുണാണ് സിനിമാ നയത്തിന്റെ കരട് രൂപം നൽകിയ സമിതിയുടെ അധ്യക്ഷൻ. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കേരള ക്യാൻസർ കോൺക്ലേവ് 2025 ഉദ്ഘാടനം ചെയ്തത് എവിടെയായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള ക്യാൻസർ കോൺക്ലേവ് 2025 ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം ജില്ല. ഓക്കെ. കേരളത്തിൽ ലൈറ്റ് ട്രാം നിലവിൽ വരാൻ പദ്ധതിയിടുന്ന നഗരം ഏതാണ്? കൊച്ചിയാണ്. ലൈറ്റ് ട്രാം പദ്ധതി നിലവിൽ വരാൻ പദ്ധതിയിടുന്ന നഗരം കൊച്ചി. പദ്ധതി പൂർത്തിയായാൽ രാജ്യത്ത് ആദ്യമായി ലൈറ്റ് ട്രാം നടപ്പിലാക്കുന്ന നഗരമായി ഏത് മാറും? കൊച്ചി നഗരം മാറും. അടുത്ത പോയിന്റ്, 2025 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം നടന്നത് എവിടെയാണ്? ആലപ്പുഴയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 2025 സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം നടന്നത്. ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. പ്രവേശനോത്സവം ഗാനം രചിച്ചത് ഭദ്രഹരിയാണ്. ആരാണ്? ഭദ്രഹരി. പ്രവേശനോത്സവം ഗാനം ചിട്ടപ്പെടുത്തിയത് പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് ആണ്. ആരാണ് ചിട്ടപ്പെടുത്തിയത്? അൽഫോൺസ് ജോസഫ് ആണ് ചിട്ടപ്പെടുത്തിയത്. ആരാണ് ഗാനം രചിച്ചത്? ഭദ്രഹരിയാണ് രചിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, 2025 കേരള സർവകലാശാല കലോത്സവം കിരീടം നേടിയത് ഏത് കോളേജാണ്? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണ്. 2025 കേരള സർവകലാശാലയുടെ കലോത്സവ കിരീടം നേടിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണ്. വേദി ഏതാണ്? കൊല്ലം ജില്ലയാണ്. വേദി കൊല്ലം ജില്ല. അടുത്ത പോയിന്റ്, ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നതിന് ജയിൽ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ് ആരംഭിക്കുന്നത്? കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ആരംഭിക്കുന്നത്. എന്താണ്? ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നതിന് ജയിൽ മ്യൂസിയം ആരംഭിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ആറളം വന്യജീവി സങ്കേതത്തെ സംസ്ഥാന ആദ്യ ചിത്രശലഭ സങ്കേതമാക്കാൻ ഒരുങ്ങുന്നു. എന്താണ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്? ആറളം വന്യജീവി സങ്കേതത്തെ സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാക്കാൻ ഒരുങ്ങുന്നു. ആറളം വന്യജീവി സങ്കേതം. നമുക്കറിയാം 1984 ആറളം വന്യജീവി സങ്കേതം സ്ഥാപിച്ചത്. 1984 സ്ഥാപിച്ചത്.
2000 മുതൽ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനം വകുപ്പ് ആറളത്ത് വാർഷിക ചിത്രശലഭ സർവേ നടത്തുന്നുണ്ട്. 2005 ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് എവിടെ നടത്തി? ആറളത്ത് നടത്തി. 2005 ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് നടത്തി. അടുത്ത പോയിന്റ്, ലഹരിക്കെതിരെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ശില്പം. രാജ്യത്തെ ഏറ്റവും വലിയ ശില്പം എന്ന് പറയുമ്പോൾ 40 അടി നീളവും 18 അടി ഉയരവുമുള്ള ആന്റി നാർക്കോട്ടിക് ശില്പം സ്ഥാപിതമായത് എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. എവിടെയാണ് സ്ഥാപിതമായത്? തൃശൂരിലാണ്. അതിന് ശില്പി ആരാണ്? ഡാവിഞ്ചി സുരേഷ് ആണ്. ആരാണ് ശില്പി? ഡാവിഞ്ചി സുരേഷ് ആണ്. ലഹരിക്കെതിരെ രാജ്യത്തെ ഏറ്റവും വലിയ ശില്പമായ ആന്റി നാർക്കോട്ടിക് ശില്പം സ്ഥാപിച്ചത് എവിടെയാണ്? തൃശൂരിലാണ്. ആരാണ് ശില്പി? ഡാവിഞ്ചി സുരേഷ് ആണ് ശില്പി. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് ഏതാണ്? കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. കേരള കൊങ്കൺ മേഖലയിലെ അടുത്ത പോയിന്റാണ്, കേരള കൊങ്കൺ മേഖലയിലെ തീരക്കടൽ എണ്ണ പരിവേഷണത്തിന് കൊച്ചി തുറമുഖവും ഓയിൽ ഇന്ത്യയും കരാർ ഒപ്പിട്ടു. അടുത്ത പോയിന്റ്, കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി വരുന്നത് എവിടെയാണ്? കഞ്ചിക്കോട് പുതുശ്ശേരി വില്ലേജിലാണ് വരുന്നത്. കഞ്ചിക്കോട് പുതുശ്ശേരി വില്ലേജ്. എന്താണ്? കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി വരുന്നത് കഞ്ചിക്കോട് പുതുശ്ശേരി വില്ലേജിലാണ്. സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകൾ പുനർവിഭജിച്ച് കരട് വിജ്ഞാപനമായി. അതിൽ 187 വാർഡുകൾ പുതുതായി രൂപീകരിച്ചു. ഇതോടെ ആകെ എണ്ണം 2080 നിന്ന് 2267 എന്നുള്ളത് മാറി. എന്താണ്? 187 വാർഡുകൾ എന്ത് ചെയ്തു? പുതുതായിട്ട് രൂപീകരിച്ചു. അതോടെ ആകെ എണ്ണം 2080 ആയിരുന്നു, അതിപ്പോ 2267 എന്ന് പറയുന്ന ഒരു എണ്ണത്തിലോട്ട് മാറി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഡിജിപിൻ. ഏതാണ്? ഡിജിപിൻ എന്നുള്ളതാണ് പദ്ധതി. എന്താണ്? തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഡിജിപിൻ. ഡിജിപിൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നുള്ളതാണ് ഡിജിപിൻ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റ്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നേർവഴി പദ്ധതി. ഏതാണ്? നേർവഴി പദ്ധതി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി പദ്ധതി. നേർവഴി. അടുത്ത പോയിന്റ്, കൗമാരക്കാരിലെ അക്രമവാസനയും ലഹരി ഉപയോഗവും വാഹന ദുരുപയോഗവും മുളയിലെ നുള്ളുക എന്ന ലക്ഷ്യത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള മാതൃകാ പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. ഏതാണ്? കൂടെയുണ്ട് കരുത്തേകാൻ. അടുത്ത പോയിന്റ്, കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് ഏത്? കാവൽ പദ്ധതി. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ പദ്ധതി. ഓക്കെ അല്ലെ? പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സേഫ്. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് സേഫ് പദ്ധതി. സേഫ്. അടുത്ത പോയിന്റ്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോജനങ്ങൾക്കായി അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് ഏത്? സല്ലാപം. ഏതാണ്? സല്ലാപം. ഏതാണ്? സല്ലാപം. വയോജനങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക, യുവാക്കളുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായി ഫോൺ എ ഫ്രണ്ട് മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന പോയിന്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ഒരുക്കാൻ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? വിദ്യാമൃതം 5 പദ്ധതി. എന്തിനാണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ഒരുക്കാൻ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാമൃതം 5. അടുത്ത പോയിന്റ്, ഇമ്മിണി വലിയ കാര്യങ്ങളുമായി ബാലാവകാശ കമ്മീഷന്റെ റേഡിയോ നെല്ലിക്ക വരുന്നു. എന്താണ്? ഇമ്മിണി വലിയ കാര്യങ്ങളുമായി ബാലാവകാശ കമ്മീഷന്റെ റേഡിയോ നെല്ലിക്ക വരുന്നു. കുട്ടികളുടെ രക്ഷയ്ക്ക് അവരുടെ ശബ്ദത്തിന് മുൻഗണന നൽകി കഥ പറച്ചിലും ചർച്ചകളും ഒക്കെയായുള്ള റേഡിയോ കുട്ടികളെ തേടും. എവിടെ നിന്നും കേൾക്കാവുന്ന നെല്ലിക്കയിലൂടെ കുട്ടികളുടെ മാനസിക സംഘർഷം, ലഹരി, സൈബർ ഇടങ്ങളിലെ ചതി, ആത്മഹത്യ, സാമൂഹിക മാധ്യമ അടിമത്തം തുടങ്ങിയവയും തടയുകയും ചെയ്യുന്നു.
അടുത്ത പോയിന്റ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ, എവിടെയാണ്? കൊല്ലം ജില്ലയിൽ തുടക്കമായി. കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതി കൊല്ലം ജില്ലയിൽ തുടക്കമായി. അടുത്ത പോയിന്റ്, രാസവസ്തു കലരാത്ത നല്ല മീനുകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എത്തിക്കാനുള്ള മത്സ്യബെഡിന്റെ പദ്ധതിയാണ് അന്തിപ്പച്ച. എന്താണ് അന്തിപ്പച്ച? രാസവസ്തു കലരാത്ത നല്ല മീനുകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എത്തിക്കാനുള്ള മത്സ്യബെഡിന്റെ പദ്ധതിയാണ് അന്തിപ്പച്ച. അടുത്ത പോയിന്റ്, സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രകൃതി പാഠം. ഏതാണ്? പ്രകൃതി പാഠം. അടുത്ത പോയിന്റ്, മെഡിക്കൽ ഷോപ്പിലെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാനുള്ള ആപ്പാണ് കോമ്പൗണ്ടർ ആപ്പ്. ഏതാണ്? കോമ്പൗണ്ടർ ആപ്പ്. മെഡിക്കൽ ഷോപ്പിലെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാനുള്ള ആപ്പാണ് കോമ്പൗണ്ടർ ആപ്പ്. അടുത്ത പോയിന്റ്, ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ. എന്താണ്? ഒരു തൈ നടാം ക്യാമ്പയിൻ. എന്താണ്? ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഒരു തൈ നടാം എന്ന് പറയുന്ന ക്യാമ്പയിൻ. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കെ ഡിസ്കിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഇലക്ട്രിക് ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. ഏതാണ്? ഹരിതവാഹിനി സൈക്കിൾ. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെ കുറിച്ചുമുള്ള സമഗ്ര വിവരങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ സംരംഭമാണ് എന്റെ ജില്ലാ മൊബൈൽ ആപ്ലിക്കേഷൻ. എന്താണ്? സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെ കുറിച്ചുമുള്ള സമഗ്ര വിവരങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ സംരംഭമാണ് എന്റെ ജില്ലാ മൊബൈൽ ആപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? KCB സേവനങ്ങൾക്ക് ഇനി എന്റെ ജില്ലാ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. KCBയുടെ സേവനങ്ങൾക്ക് എന്റെ ജില്ലാ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം. അടുത്ത പോയിന്റ്, കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടത്തിയ 2020-2025 ദേശീയ ഉദ്യാനങ്ങളുടെയും സംരക്ഷിത പ്രദേശങ്ങളുടെയും മാനേജ്മെന്റ് ഫലപ്രാപ്തിയിൽ കേരളം എത്രാമതാണ്? ഒന്നാമതാണ്. കേരളം ഒന്നാമതാണ്. 2020-2025 കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടത്തിയ ദേശീയ ഉദ്യാനങ്ങളുടെയും സംരക്ഷിത പ്രദേശങ്ങളുടെയും മാനേജ്മെന്റ് ഫലപ്രാപ്തിയിൽ കേരളം ഒന്നാമത്. സംരക്ഷണ മേഖലയിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ഇരവികുളം ദേശീയോദ്യാനം. അത് കേരളത്തിലാണല്ലോ. പിന്നെ ഡാച്ചിഗാം ദേശീയോദ്യാനം അതെവിടെയാണ്? ജമ്മു കാശ്മീരും ആണ്. ഏതൊക്കെയാണ് നേടിയത്? ഇരവികുളവും ഡച്ചിഗാം ദേശീയോദ്യാനവുമാണ്. ഡച്ചിഗാം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഇരവികുളം കേരളത്തിലാണ്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ചണ്ഡീഗഡ് ആണ് ഒന്നാമത്. കേരള ഭരണ പ്രദേശങ്ങളിൽ ഏതാണ് ഒന്നാമത്? ചണ്ഡീഗഡ് ആണ് ഒന്നാമതായിട്ട് വന്നത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക സഹായവും പരിശീലനവും ലഭ്യമാക്കി വിജയകരമാക്കാനുള്ള പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ. ഏതാണ്? സ്മാർട്ട് ശ്രീ പദ്ധതി. കുടുംബശ്രീക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക സഹായവും പരിശീലനവും ലഭ്യമാക്കി വിജയകരമാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് സ്മാർട്ട് ശ്രീ പദ്ധതി. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. ഏതാണ്? ജീവധാര. എന്താണ്? സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. അടുത്ത പോയിന്റ്, ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രചോദനം. ഏതാണ്? പ്രചോദനം. 18 വയസ്സ് കഴിഞ്ഞ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവർക്ക്. അടുത്ത പോയിന്റ്, ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതിയുടെ പേരാണ് ബോധപൂർണിമ. ഏതാണ്? ബോധപൂർണിമ. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതിയുടെ പേര് ബോധപൂർണിമ എന്നാണ് പദ്ധതിയുടെ പേര്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1933 എന്നുള്ളതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഓക്കെ. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബൗദ്ധിക വെല്ലുവിളി, മൾട്ടിപ്പിൾ
ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. ഏതാണ്? നിരാമയ പദ്ധതി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി രൂപം കൊടുത്ത കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം, KTAP. ഏതാണ്? KTAP പദ്ധതി, കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം, KTAP. അടുത്ത പോയിന്റ്, ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ അമിത നിരക്കും മറിച്ച് വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം. ഏതാണ്? സുജലം സുലഭം. എന്താണ്? ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ അമിത നിരക്കും മറിച്ച് വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം പദ്ധതി. ഓക്കെ അല്ലേ? സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയകേന്ദ്രമായി മാറിയ സ്നേഹിത ഇനി പഠന കേന്ദ്രങ്ങളായും പ്രവർത്തിക്കും. സ്ത്രീ ശാക്തീകരണവും ലിംഗനീതിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാവും എവിടെ നടക്കുന്നത്? സ്നേഹിതയിൽ നടക്കുന്നത്. സംസ്ഥാന ജെൻഡർ റിസോഴ്സസ് സെന്റർ വരുന്നതിന്റെ ഭാഗമായാണ് സ്നേഹിതയെ ജില്ലാ പഠന കേന്ദ്രങ്ങളായിട്ട് മാറ്റുന്നത്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിന വിഴിഞ്ഞത്തെത്തി. വന്നത് 2025 ജൂൺ 9 2025 ജൂൺ 9. മലയാളിയായ വില്ലി ആന്റണിയാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ. സിംഗപ്പൂർ തുറമുഖത്ത് നിന്നാണ് ഐറിന് വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിച്ചത്. എന്താണ്? സിംഗപ്പൂർ തുറമുഖത്ത് നിന്നാണ് ഐറിൻ യാത്ര തിരിച്ചത്. മുൻപ് 19,462 TEU ശേഷിയുള്ള MSC ക്ലൗഡ് ജിറാഡറ്റ് ആണ് വിഴിഞ്ഞത്ത് ഇതുവരെ വന്നതിൽ ഏറ്റവും ശേഷിയുള്ള കപ്പൽ. അടുത്ത പോയിന്റ്, മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ കാലത്ത് കൊണ്ടുവന്ന പുതിയ ലോഗോയ്ക്ക് പകരം പഴയ ലോഗോ പുനഃസ്ഥാപിച്ചു സുപ്രീം കോടതി. അപ്പൊ സുപ്രീം കോടതിക്ക് എന്ത് കിട്ടി? പുതിയ ലോഗോ കിട്ടി. അത് ജൂണിലാണ് ലഭിച്ചത്. നിയമന ശുപാർശ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റി കേരള PSC. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളത്തിലാക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയേറ്റു. മലയാള ഭാഷ വ്യാപനവും പരിപോഷണവും നിയമം 2015 രാഷ്ട്രപതി ഒപ്പുവെക്കാതെ തിരിച്ചയച്ചു. മലയാള ഭാഷ വ്യാപനവും പരിപോഷണവും നിയമം 2015 രാഷ്ട്രപതി ഒപ്പുവെക്കാതെ തിരിച്ചയച്ചു. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളത്തിലാക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയേറ്റത്. പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 600.15 കിലോമീറ്റർ ആണ്. 600.15 കിലോമീറ്റർ ആണ് പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം, 600.15 കിലോമീറ്റർ. കാട്ടുപന്നികളെ, അടുത്ത പോയിന്റ് ആണ്, കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള കേരളത്തിന്റെ ആവശ്യം വീണ്ടും കേന്ദ്രം തള്ളി. നിലവിൽ കാട്ടുപന്നി സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. നിലവിൽ കാട്ടുപന്നി സംരക്ഷിത മൃഗങ്ങളുടെ 2ാം പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സിനിമാ നടൻ ഇന്നസെന്റിന്റെ അനുഭവ കഥയായ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? യൂസുഫ് സാഹിബ് നദ്വിയാണ്. ആരാണ്? യൂസുഫ് സാഹിബ് നദ്വിയാണ് സിനിമാ നടൻ ഇന്നസെന്റിന്റെ അനുഭവ കഥയായ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് യൂസുഫ് സാഹിബ് നദ്വി. അടുത്ത പോയിന്റ്, കൊച്ചി തീരത്ത് എൽസ 3 കപ്പൽ മുങ്ങിയത് ലാഘവത്തോടെ കൈകാര്യം ചെയ്ത മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ബാധ്യത ആര് വഹിക്കണമെന്ന് പറഞ്ഞു? കപ്പൽ ഉടമകൾ വഹിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അടുത്ത പോയിന്റ്, പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയൽ വിവരം നൽകുന്നവർക്ക് 25% പാരിതോഷികം ലഭിക്കും. മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട വിവരം തെളിവ് സഹിതം നൽകുന്നവർക്ക് ചുമത്തുന്ന പിഴയുടെ 1/4 പരമാവധി 25,000 രൂപയോ ആയിരുന്നു നിലവിലെ പാരിതോഷികം. ഇതിൽ 25,000 എന്ന പരിധി ഒഴിവാക്കി. 25,000 ഒഴിവാക്കിയിട്ട് 25% പാരിതോഷികമായിട്ട് ലഭിക്കുന്നു. അടുത്ത പോയിന്റ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രവർത്തനം ടെസ്റ്റ് ചെയ്യാനും കാര്യക്ഷമത ഉറപ്പാക്കാനും സഹായിക്കുന്ന ചെക്ക്ഔട്ട് സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ചത് എവിടെയാണ്? ടെക്നോ പാർക്കിലെ ടാക്ലോഗ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് ഡിസൈൻ കമ്പനിയാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രവർത്തനം ടെസ്റ്റ് ചെയ്യാനും കാര്യക്ഷമത ഉറപ്പാക്കാനും സഹായിക്കുന്ന ചെക്ക്ഔട്ട് സംവിധാനം തദ്ദേശീയമായി വികസിപ്പിച്ചത് ടെക്നോ പാർക്കിലെ ടാക്ലോഗ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് ഡിസൈൻ കമ്പനിയാണ്. ഓക്കെ,
പ്രതിരോധ ബഹിരാകാശ മേഖലയടക്കം ഡാറ്റാസ്കോപ്പ് എന്ന പേരുള്ള ഉപകരണം മുതൽക്കൂട്ടാവും. ഡാറ്റാസ്കോപ്പ്, പ്രതിരോധ ബഹിരാകാശ മേഖലയടക്കം ഡാറ്റാസ്കോപ്പ് എന്ന പേരുള്ള ഉപകരണം മുതൽക്കൂട്ടാകും. അടുത്ത പോയിന്റ്, ചേരയെ ഇന്ത്യൻ റാറ്റ് സ്നേക്ക് ഔദ്യോഗികമായി ഉരകമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അജണ്ടയിൽ നിർദ്ദേശം നൽകി. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 വിഷമില്ലാത്ത ഇനം ചേരയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ 1. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് മലയാളിയായ സുരേഷ് എറിയാട്ടിനാണ് ലഭിച്ചത്. ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് ലഭിച്ചത് മലയാളിയായ സുരേഷ് എറിയാട്ടിന്. ഫ്രാൻസിൽ നടന്ന രാജ്യാന്തര ആനിമേഷൻ ഫെസ്റ്റിവലിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു സുരേഷിന്റെ ദേശി ഉൻ എന്ന് പറയുന്നത്. ദേശി ഉൻ. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നമുക്കറിയാം, ജൂൺ 19 എന്ന് പറയുന്നത് ഏത് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? വായനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. പുസ്തകം പ്രതിഷ്ഠയായും പ്രസാദമായുമുള്ള കേരളത്തിലെ ദേവാലയമാണ് കണ്ണൂർ മലയോര മേഖലയായ പ്രാപ്പുലിയിലെ നവപുരം മതാതീത ദേവാലയം. എന്താണ്? പ്രാപ്പുലിയിലെ നവപുരം മതാതീയ ദേവാലയത്തിലാണ് പുസ്തകം പ്രതിഷ്ഠയായും പ്രസാദമായും ഉള്ള കേരളത്തിലെ ദേവാലയം. എവിടെയാണത്? കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് അല്ലെങ്കിൽ വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. പെരിയാർ കടുവ സങ്കേതത്തിലെ ആദ്യഘട്ട ഉഭയ ഉരകജീവി വർഗ സർവേയിൽ 149 ഇനങ്ങൾ രേഖപ്പെടുത്തി. എന്താണ്? പെരിയാർ കടുവാ സങ്കേതത്തിലെ ആദ്യഘട്ട ഉഭയ ഉരകജീവി സർവേയിൽ 149 ഇനങ്ങൾ രേഖപ്പെടുത്തി. 2025 ജൂൺ 7 മുതൽ 10 വരെ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും ചേർന്ന് സംയുക്തമായി നടത്തിയ സർവേയിൽ 67 ഉഭയജീവി ഇനങ്ങളെയും 82 ഉരകജീവി ഇനങ്ങളെയുമാണ് കണ്ടെത്തിയത്. 82 ഉരകജീവി ഇനങ്ങളെയും 67 ഉഭയജീവി ഇനങ്ങളെയുമാണ് കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയം എവിടെയാണ്? ലുലു IT ട്വിൻ ടവർ ആണ്. ലുലു IT ട്വിൻ ടവർ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ IT ട്വിൻ ടവർ ആണ് ഇത്. എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയം ലുലു IT ട്വിൻ ടവർ ആണ്. അടുത്ത പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലാക്കി കേരള നിയമസഭ. ആദ്യമായാണ് ഒരു പ്രാദേശിക ഭാഷയിൽ ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ പരിഭാഷപ്പെടുത്തുന്നത്. അടുത്ത പോയിന്റ്, കേരളത്തിലെ രണ്ടാം ഭൂപരിഷ്കരണം എന്നറിയപ്പെടുന്നത് എന്താണ്? ഡിജിറ്റൽ റീസർവേ ആണ് കേരളത്തിലെ രണ്ടാം ഭൂപരിഷ്കരണം എന്ന് അറിയപ്പെടുന്നത്. ഡിജിറ്റൽ റീസർവേ. റവന്യൂ വകുപ്പും സർവേ ഭൂരേഖ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ സർവേ ദേശീയ കോൺക്ലേവിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത പോയിന്റ്, പ്രശസ്ത എഴുത്തുകാരനും ദളിത് ചിന്തകനുമായ KM സലീംകുമാർ അന്തരിച്ചു. KM സലീംകുമാർ ആരാണ്? അദ്ദേഹം പ്രശസ്ത എഴുത്തുകാരനായിരുന്നു, ദളിത് ചിന്തകനുമായിരുന്നു. അധസ്ഥിത നവോത്ഥാന മുന്നണി, കേരള ദളിത് മഹാസഭ സംഘടനകളുടെ മുൻനിര പ്രവർത്തകനായിരുന്നു KM സലീംകുമാർ. അധസ്ഥിത നവോത്ഥാന മുന്നണി, കേരള ദളിത് മഹാസഭ എന്നീ സംഘടനകളുടെ മുൻനിരയിൽ പ്രവർത്തിച്ച ആളാണ് KM സലീംകുമാർ. രക്തപതാക മാസിക, അധസ്ഥിത നവോത്ഥാന മുന്നണി, ദളിത് ഐക്യശബ്ദം, ദളിത് മാസിക എന്നിവയുടെ എഡിറ്ററായിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? KM സലീംകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കടുത്ത. പുസ്തകങ്ങൾ, നെഗ്രിറ്റ്യൂഡ് ഇതാണ് ഹിന്ദു ഫാഷിസം, വംശമേധാവിത്വത്തിന്റെ സൂക്ഷ്മതലങ്ങൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഓക്കെ അല്ലേ? നമുക്കറിയാം ജൂൺ 2 174 സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനായിരുന്നു ആര്? വൈകുണ്ഠസ്വാമി. ജൂൺ 2 മഹാത്മാ അയ്യങ്കാളിയുടെ 84ാമത്തെ ചരമദിനമായിരുന്നു ജൂണിൽ നടന്നത്. ഓക്കെ. വിമാനാപകടത്തിൽ മരിച്ച ആദ്യ മലയാളിയാണ് ആര്? GP നായർ. വിമാനാപകടത്തിൽ മരിച്ച ആദ്യ മലയാളി GP നായരാണ്. 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്കുകളാണ് ഏതാണ്? വാൻഹായ് 503. GMSC എൽസ. കൊച്ചി തീരത്ത് അടുത്ത അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പൽ ഏതാണ്? GMSC എൽസ. MSCLs 3 മുങ്ങിയത് സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചു. MSCLs
3. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ സെക്രട്ടറിയാണ് ദുരന്ത നിവാരണ ഉത്തരവ് ഇറക്കിയത്. MSC എൽസയുടെ നീളം എന്ന് പറയുന്നത് 184 മീറ്റർ ആണ്. കണ്ടെയ്നറിന്റെ പേര് കാർഗോ കണ്ടെയ്നർ ആണ്. ലൈബീരിയൻ പതാക വഹിച്ച കപ്പലാണ് MSC എൽസ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചത് 1997 ഭാരം 16,799 ടണ്ണാണ്. വഹിച്ചിരുന്നത് 400 കണ്ടെയ്നറുകളാണ് അതിലുണ്ടായിരുന്നത്. ഉടമസ്ഥർ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് ജനീവ സ്വിറ്റ്സർലൻഡ്. MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് ജനീവ സ്വിറ്റ്സർലൻഡുകാരാണ് ഈ ഒരു MSC എൽസ എന്ന് പറയുന്ന കപ്പലിന്റെ ഉടമസ്ഥാക്കൾ. അടുത്തത് വാൻഹായ് 503. വാൻഹായ് 503 നീളം 268.8 മീറ്റർ ആണ്. വാൻഹായ് 503ന്റെ നീളം. കണ്ടെയ്നർ കാർഗോയാണ്. പിന്നെ സിംഗപ്പൂരിന്റെ പതാക വഹിച്ച കപ്പലാണ് വാൻഹായ് 503. നിർമ്മിച്ചത് 2005 42,535 ടണ്ണാണ് ഭാരം. വഹിച്ചിരുന്നത് 650 കണ്ടെയ്നറുകളായിരുന്നു വഹിച്ചിരുന്നത്. ഉടമസ്ഥർ വാൻഹായ് ലൈൻസ് സിംഗപ്പൂരാണ്. വാൻഹായ് ലൈൻസ് സിംഗപ്പൂരാണ് ഇതിന്റെ ഉടമസ്ഥാക്കൾ. ഇന്ത്യ. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവിയായി എയർ മാർഷൽ മനീഷ് ഖന്ന ചുമതലയേറ്റു. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന. ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓഡിയുടെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസഡർ ആരാണ്? നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്ര. മെറ്റ ഇന്ത്യയുടെ പുതിയ മേധാവിയാണ് അരുൺ ശ്രീനിവാസ്. ഇന്ത്യയുടെ പുതിയ മേധാവി അരുൺ ശ്രീനിവാസ് ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താ? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവി പരാഗ് ജെയിൻ ആണ് റോയുടെ പുതിയ മേധാവി. 2 വർഷത്തേക്കാണ് പരാഗ് ജെയിനിന്റെ നിയമനം. അടുത്ത പോയിന്റ്, കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ രവി അഗർവാൾ ആണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ. അടുത്ത പോയിന്റ്, ദുരന്ത നിവാരണ മേഖലയിലെ സംഭാവനകൾക്ക് UN നൽകുന്ന സസാകാവ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ മൃത്യുഞ്ജയ് മഹാപാത്രയാണ്. ദുരന്ത നിവാരണ മേഖലയിലെ സംഭാവനകൾക്ക് UN നൽകുന്ന സസാകാവ പുരസ്കാരം നേടിയത് ഡോക്ടർ മൃത്യുഞ്ജയ് മഹാപാത്ര. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഡയറക്ടറാണ് ഡോക്ടർ മൃത്യുഞ്ജയ് മഹാപാത്ര. അടുത്ത പോയിന്റ്, സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യ കാഴ്ചപരിമിതിയുള്ള അഭിഭാഷകനായി മാറിയത് അഞ്ചൽ ഭദേജ. എന്താണ്? സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യ കാഴ്ചപരിമിതിയുള്ള അഭിഭാഷകനായി മാറിയത് അഞ്ചൽ ഭദേജയാണ്. അടുത്ത പോയിന്റ്, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് റാബി ശങ്കറിനെ 16ാം ധനകാര്യ കമ്മീഷൻ പാർട്ട് ടൈം അംഗമായിട്ട് നിയമിച്ചു. രാഷ്ട്രപതി ഭവനിലെ ADC പദവിയിൽ എത്തിയ ആദ്യ വനിതയാണ് യശസ്വി സോളങ്കിയാണ്. രാഷ്ട്രപതി ഭവനിലെ ADC പദവിയിലെത്തിയ ആദ്യ വനിത യശസ്വി സോളങ്കിയാണ്. അടുത്ത പോയിന്റ്, കരസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായി ആണ് കരസേനയുടെ ഉപമേധാവിയായിട്ട് നിയമിതനായത്. അടുത്ത പോയിന്റ്, മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? ധാരാശിവ് എന്നാണ് പേര്. ധാരാശിവ്. ഏപ്രിൽ 25 ഉസ്മാനാബാദ് ജില്ലയുടെയും നഗരത്തിന്റെയും പേര് ധാരാശിവ് എന്നാക്കി മഹാരാഷ്ട്ര സർക്കാർ പുനർനാമകരണം ചെയ്തിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സലാഖാൻ ഫോസിൽസ് പാർക്ക് ഏത് സംസ്ഥാനത്താണ് കാണാൻ സാധിക്കുന്നത്? ഉത്തരം ഉത്തർപ്രദേശ്. എന്താണ്? സൽഖാൻ ഫോസിൽ പാർക്ക്. എന്താണ് സൽഖാൻ ഫോസിൽ പാർക്കിന്റെ പ്രത്യേകത എന്താണ്? യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സൽഖാൻ ഫോസിൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ് കാണാൻ സാധിക്കുക. അടുത്ത പോയിന്റ്, പൊതുവിദ്യാലയങ്ങളിൽ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന് തീരുമാനം അടുത്തിടെ പിൻവലിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. എന്താണ്? പൊതുവിദ്യാലയങ്ങളിൽ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന തീരുമാനം അടുത്തിടെ പിൻവലിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ബീഹാറാണ്. മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം രാജ്യത്ത് ബീഹാറാണ്.
അടുത്ത പോയിന്റ് ഉല്ലാസ് ULLAS ഉല്ലാസ് പദ്ധതിക്ക് കീഴിലെ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മൂന്നാമത് സംസ്ഥാനം ത്രിപുരയാണ്. ആദ്യ സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ്. രണ്ടാമത് സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. എന്തിന്റെ കീഴില? ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മൂന്നാമത് സംസ്ഥാനം ത്രീ എന്ന് പറയുന്നത് 3 ആണല്ലേ. അപ്പൊ മൂന്നാമത് വരുന്ന ത്രിപുരയാണ്. ആദ്യത്തെ സംസ്ഥാനം മിസോറാം ആണ്. രണ്ടാമത്തെ സംസ്ഥാനം ഗോവയാണ്. അപ്പം അടുത്ത പോയിന്റ്, ലോകത്തിലെ 7ാമത്തെ വലിയ കാപ്പി ഉൽപാദക രാജ്യവും 5ാമത്തെ വലിയ കയറ്റുമതി രാജ്യവും ഏതാണ്? ഇന്ത്യയാണ്. 7ാമത്തെ വലിയ കാപ്പി ഉൽപാദക രാജ്യവും 5ാമത്തെ വലിയ കയറ്റുമതി രാജ്യവും ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ അല്ലേ? കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി $1.8 മില്യൺ എത്തിയത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി $1.8 ബില്യൺ ആണ്. $1.8 ബില്യൺ ആണ്. അടുത്ത പോയിന്റ്, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. എന്താണ്? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ 81ാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. അടുത്ത പോയിന്റ്, ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കാശ്മീരിലെ ആദ്യത്തെ ചെറി കാർഗോ ട്രെയിൻ റൂട്ടാണ് കത്ര മുംബൈ. ഏതാണ്? കത്ര മുംബൈ. ചെറുകിട പഴ കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കാശ്മീരിലെ ആദ്യത്തെ ചെറി കാർഗോ ട്രെയിൻ റൂട്ടാണ് കത്ര മുംബൈ. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, തുൽബുൾ നാവിഗേഷൻ പദ്ധതി എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് തുൽബുൾ നാവിഗേഷൻ പദ്ധതി. വുള്ളർ അല്ലെങ്കിൽ വൂളാർ ബാരേജ് എന്നറിയപ്പെടുന്നു. വൂളർ തടാകം ധലം നദിയിൽ ആണ് ഈ തുൽബുൾ നാവിഗേഷൻ പദ്ധതി കാണാൻ സാധിക്കുന്നത് അല്ലെ. ജമ്മു കാശ്മീരിനെ റിയാസി ജില്ലയിലെ കത്രയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ പാതയിലൂടെയുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യും. കാശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏതാണ്? രാജസ്ഥാൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഓക്കെ അല്ലേ? 2025 ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. 2025 ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. അടുത്ത പോയിന്റ്, അടുത്തിടെ മഖാന യു എസിലേക്ക് കയറ്റുമതി ചെയ്തത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ഉത്തരം ബീഹാർ. അടുത്തിടെ മഖാന US കയറ്റുമതി ചെയ്തത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ഉത്തരം ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ LPG സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? മംഗളൂരുവിലാണ്. എവിടെയാണ്? മംഗളൂരു. ഇന്ത്യയിലെ ടൂറിസം സൈറ്റിലെ സന്ദർശകരിൽ ഒന്നാമത് കേരള വെബ്സൈറ്റ് ആണ്. കേരള സർക്കാരിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ വെബ്സൈറ്റ് ആണ് രണ്ടാമത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ വെബ്സൈറ്റ് ആണ് രണ്ടാമത്. അന്താരാഷ്ട്ര വെബ് ട്രാഫിക് വിശകലന സൈറ്റായ സിമിലർ വെബിന്റെ റാങ്കിങ്ങിലാണ് കേരളം ഒന്നാമത് എത്തിയത്. രണ്ടാമത് ഏതാണ്? ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്ന സൈറ്റാണ്. ആഗോള റാങ്കിങ്ങിൽ ട്രാവൽ സൈറ്റുകളിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കൊമരം ഭീം റിസർവ് ഏത് സംസ്ഥാനത്താണ്? കൊമരം ഭീം റിസർവ് എവിടെയാണ്? തെലങ്കാനയിലാണ്. കൊമരം ഭീം റിസർവ് തെലങ്കാനയിലാണ്. അടുത്ത പോയിന്റ്, മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി. എന്താണ് പോയിന്റ്? മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവയാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ റാംസർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയവ ഏതൊക്കെയാണ്? രാജസ്ഥാൻ ഫലോഡിയിലെ ഖിച്ചൻ, ഉദയ്പൂരിലെ മെനാർ എന്നിവയാണ് ഇന്ത്യയിലെ റാംസർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയവ. ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ ഫലോഡിയിലെ ഖിച്ചനും ഉദയ്പൂരിലെ മെനാറും.
ഓക്കെ, രാജസ്ഥാനിലെ നിലവിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 4 എണ്ണമാണ്. രാജസ്ഥാനിലെ നിലവിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 4 ആണ്. ഇന്ത്യയിലെ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 91 ആണ്. റാംസർ സൈറ്റുകളുടെ എണ്ണം 91 ആണ്. ഓക്കെ, ഇന്ത്യയിൽ ക്യാമ്പസ് ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാല ഏതാണ്? അബർഡീൻ സർവകലാശാല. മുംബൈയിലെ അബർഡീൻ സർവകലാശാലയ്ക്കാണ് ഇന്ത്യയിൽ ക്യാമ്പസ് ബ്രാഞ്ച് സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യത്തെ സ്കോട്ടിഷ് സർവകലാശാല. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, 2025-35 ജലവൈദ്യുതി ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഏതാണ്? 2025 മുതൽ 35 വരെ ജലവൈദ്യുതി ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിൽ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. അടുത്ത പോയിന്റ്, 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാനാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത പോയിന്റ്, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ഏതാണ്? ബീഹാർ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ആദ്യ സംസ്ഥാനം ബീഹാർ ആണ്. ജൂൺ അവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഈ സംരംഭം ആരംഭിക്കുമെന്ന് ബീഹാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ അല്ലെങ്കിൽ GSDP ഉൽപാദനത്തിൽ രാജ്യത്തെ സമ്പന്ന സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിനെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളം എത്രാം സ്ഥാനത്താണ്? കേരളം 11ാം സ്ഥാനത്താണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിന്റെ പുതിയ പേര് എന്താണ്? സിന്ദൂർപുരം എന്നാണ് പേര്. എന്താണ് പേര്? സിന്ദൂർപുരം. ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിന്റെ പുതിയ പേര് സിന്ദൂർപുരം എന്നാണ് പേര്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അതെവിടെയാണ് നിർമ്മിക്കുന്നത്? ഗുജറാത്തിലെ കച്ചിലാണ് ഓപ്പറേഷൻ സിന്ദൂരുമായിട്ട് ബന്ധപ്പെട്ട സ്മാരകം നിർമ്മിക്കാൻ പോകുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ വിദേശത്തേക്ക് അയച്ച സർവകക്ഷി സംഘങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 33. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ വിദേശത്തേക്ക് അയച്ച സർവകക്ഷി സംഘങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങളുടെ എണ്ണം 33 ആണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ദേശീയ സുരക്ഷയുടെ താല്പര്യാർത്ഥം പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങളെ സജ്ജീകരിക്കാനുള്ള മോക്ക് ഡ്രില്ലിന്റെ പേരാണ് ഓപ്പറേഷൻ ഷീൽഡ്. ഏതാണ്? ഓപ്പറേഷൻ ഷീൽഡ്. അടുത്ത പോയിന്റ്, ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഏതാണ്? ഓപ്പറേഷൻ സിന്ധു ആണ്. ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധു ആണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് 2025. നൊമാഡിക് എലിഫന്റ് 2025 എന്നുള്ളതാണ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം അല്ലെ. അത് എവിടെയാണ് നടന്നത്? മംഗോളിയയിലെ ഉലാൻ ബാത്തറിലാണ് നടന്നത് അല്ലെങ്കിൽ ആരംഭിച്ചത്. അടുത്ത പോയിന്റ്, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനിയാണ് നടുപ്പതി. ഏതാണ്? നടുപ്പതി. എന്താണ് പ്രത്യേകത? എന്താണ്? സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി നടുപ്പതിയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, കേന്ദ്ര സർക്കാർ നീതി ആയോഗിന്റെ സഹകരണത്തോടെ സെപ്റ്റംബറിൽ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ വകുപ്പ് തല ഉച്ചകോടിയിൽ കേരള ആയുഷ് വകുപ്പും ഉൾപ്പെടുന്നു. ഉച്ചകോടിയിൽ അവതരിപ്പിക്കുന്ന ആയുഷ് മേഖലയിൽ നടപ്പാക്കിയ വിവരസാങ്കേതിക വിദ്യാ സേവനങ്ങൾ എന്ന വിഷയത്തിൽ കേരളത്തെ നോഡൽ സംസ്ഥാനമാക്കി മാറ്റി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണി അടക്കം 241 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ്? എയർ ഇന്ത്യ 171 ബോയിങ് ഡ്രീം ലൈനർ 7878. ഏതാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണി അടക്കം 241 പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ പേര് എയർ ഇന്ത്യ 171 ബോയിങ് ഡ്രീം ലൈനർ 7878. വിമാന ദുരന്തത്തിൽ മരിക്കുന്ന രണ്ടാമത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ആര്?
വിജയ് രൂപാണി. രണ്ടാമത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. അപകടം നടന്ന വിമാനത്താവളം സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളമാണ്. എന്താണ് അപകടം നടന്ന വിമാനത്താവളം? സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം. അടുത്ത പോയിന്റ്, കർഷകർക്ക് 2025-26 സീസണിലേക്കുള്ള മിനിമം താങ്ങുവില 69 രൂപ വർദ്ധിപ്പിച്ച് 2369 രൂപയാക്കി. എത്രയാണ്? 69 രൂപ വർദ്ധിപ്പിച്ചിട്ട് 2369 രൂപയാക്കി. നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പരുത്തി എന്നിവ ഉൾപ്പെടെയുള്ള ഖാരിഫ് വിളകൾക്കാണ് എന്ത് വരുന്നത്? താങ്ങുവില വരുന്നത്. ഓക്കെ. അടുത്ത പോയിന്റ്, പൈലറ്റ് പരിശീലനത്തിന് തദ്ദേശീയമായി ഇലക്ട്രിക് വിമാനം ഒരുക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഈ ഹൻസ എന്ന ഇലക്ട്രിക് വിമാനം ബംഗളൂരുവിലെ CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയാണ് രൂപകൽപ്പന ചെയ്തത്. ഈ ഹൻസ. അടുത്ത പോയിന്റ്, കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന് കീഴിലെ ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുത്തു. ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്. അടുത്ത പോയിന്റ്, മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള ഏതാണ്? അമോലോപ്സ് ഷില്ലോങ്. ഷില്ലോങ് കാസ്കോഡ് തവള എന്നറിയപ്പെടുന്ന അമോലോപ്സ് ഷില്ലോങ് ആണ് മേഘാലയയിൽ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള. അടുത്ത പോയിന്റ്, കെൻ ബെത്വ നദി ബന്ധിപ്പിക്കൽ പദ്ധതി പുരോഗമിക്കുന്ന മധ്യപ്രദേശിലെ ടൈഗർ റിസർവ് ഏതാണ്? പന്ന ടൈഗർ റിസർവ് ആണ്. ഏതാണ്? പന്ന ടൈഗർ റിസർവ് ആണ്. കെൻ ബെത്വ നദി ബന്ധിപ്പിക്കൽ പദ്ധതി പുരോഗമിക്കുന്ന മധ്യപ്രദേശിലെ ടൈഗർ റിസർവ്, പന്ന ടൈഗർ റിസർവ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റോവ്ഡ് റെയിൽവേ പാലമാണ് ആഞ്ചിബാഡ് പാലം. ഏതാണ്? ആഞ്ചിബാഡ് പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം. 331 മീറ്റർ ഉയരവും 725 മീറ്റർ നീളവുമാണ് പാലത്തിനുള്ളത്. പാലത്തിന് ഉപയോഗിച്ച കേബിളുകളുടെ ആകെ നീളം 631 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ജനസു തുരങ്കം. ഏതാണ്? ജനസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ ആണ് ബന്ധിപ്പിക്കുന്നത്. 14,577 കിലോമീറ്റർ ആണ് നീളം. 125 കിലോമീറ്റർ പാതയിൽ 105 കിലോമീറ്ററും എന്തിലൂടെയാണ്? തുരങ്കങ്ങളിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജനസു തുരങ്കമാണ്. 14,577 കിലോമീറ്റർ ആണ് എന്താണ് റെയിൽവേയുടെ നീളം. 125 കിലോമീറ്റർ പാതയില് 125 കിലോമീറ്റർ പാതയില് എന്താണ് 105 കിലോമീറ്ററും എന്തിൽ കൂടെയാണ്? തുരങ്കങ്ങളിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പുതിയ GST നിരക്കുകൾ എന്താക്കി? GST നിരക്കുകൾ മാറ്റിയിട്ടുണ്ട്. GST സ്ലാബുകൾ 4-ൽ നിന്ന് 3 ആക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. 12% ഒഴിവാക്കുന്നത്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയത് ഉലുവ ഇലയാണ്. എന്തിനാണ് ഉൾപ്പെടുത്തിയത്? സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയത് ഏതിനെയാണ്? ഉലുവ ഇല. ഇതോടെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ എണ്ണം എത്രയായിട്ട് മാറി? 53 ആയിട്ട് മാറി. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ എണ്ണം എത്രയായിട്ട് മാറി? 53 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ASW സ്വാശ്രയ കപ്പലിന്റെ പേരാണ് ഏത്? അർനാല. ഏതാണ്? അർനാലയാണ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ASW സ്വാശ്രയ കപ്പൽ, അർനാല. ഓക്കെ. അടുത്ത പോയിന്റ്, മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി റഫാൽ യുദ്ധവിമാനത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇനി ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി റഫാൽ യുദ്ധവിമാനം ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാലോ. റഫാൽ യുദ്ധവിമാനത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇനി എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. അടുത്ത പോയിന്റ്, ഭാരത് ജെൻ ഉച്ചകോടിയിൽ ഭാരത് ജെൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ LLM ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ടി റാബി ശങ്കറിനെ 16ാം ധനകാര്യ കമ്മീഷന്റെ പാർട്ട് ടൈം അംഗമായിട്ട് നിയമിച്ചു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ടി റാബി ശങ്കറിനെ 16ാം ധനകാര്യ കമ്മീഷന്റെ പാർട്ട് ടൈം അംഗമായിട്ട് നിയമിച്ചു.
അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായിട്ട് ലോകബാങ്കിന്റെ റിപ്പോർട്ട് വന്നു. 2011-12 34 കോടി ആളുകളാണ് അതിദരിദ്ര വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ജനസംഖ്യയുടെ 27.1% അതിദരിദ്രർ 2011-12 ഉണ്ടായിരുന്നു. 2022-23 അത് 7.5 കോടിയായിട്ട് മാറി. അതായത് ജനസംഖ്യയുടെ 5.3% കുറഞ്ഞെന്നാണ് പുതിയ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി ജീൻ എഡിറ്റിംഗിലൂടെ വികസിപ്പിച്ച ആട് ഏതാണ്? കാശ്മീർ മെറീനോ എന്ന് പറയുന്ന ആടിനെയാണ് ഇന്ത്യയിൽ ആദ്യമായി ജീൻ എഡിറ്റിംഗിലൂടെ വികസിപ്പിച്ച ആട്, കാശ്മീർ മെറീനോ. അടുത്ത പോയിന്റ്, ശ്രീനഗറിലെ ഷേർ ഇ കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ എംബ്രിയോ ബയോടെക്നോളജി ലാബിലെ പ്രൊഫസർ റിയാസ് അഹമ്മദ് ഷായും സംഘവും ചേർന്നാണ് എന്ത് വികസിപ്പിച്ചത്? എന്താ? ശ്രീനഗറിലെ ഷേർ ഇ കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ് ആൻഡ് ടെക്നോളജി എംബ്രിയോ ബയോടെക്നോളജി ലാബിലെ പ്രൊഫസർ റിയാസ് അഹമ്മദ് ഷായും സംഘവും ചേർന്നാണ് വികസിപ്പിച്ചത്. ഓക്കെ. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്, 141 കോടി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കത്രീന കൈഫാണ്. മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കത്രീന കൈഫ്. മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആരാണ്? കത്രീന കൈഫാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഒന്ന് പറഞ്ഞായിരുന്നു, ഏതാണ്? ബീഹാർ ആണ്. ഏതാണ്? ബീഹാർ. അടുത്ത പോയിന്റ്, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്താണ്? മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ്. വിജ്ഞാൻ ഭവൻ, ന്യൂഡൽഹി. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് സച്ചിദാനന്ദ സ്വാമി രചിച്ച പുസ്തകമാണ് ശ്രീനാരായണ ഗുരു ആൻഡ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പുസ്തകം. ആരാണ് രചിച്ചത്? സച്ചിദാനന്ദ സ്വാമി. അടുത്ത പോയിന്റ്, സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വരുമാന അവസരങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിനും സഹായിക്കുന്നതിനും സീത ആപ്പ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഏതാണ്? തെലങ്കാന. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വരുമാന അവസരങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിനും സഹായിക്കുന്നതിനും സീത ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം തെലങ്കാനയാണ്. അടുത്ത പോയിന്റ്, ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് 33% സംവരണം നൽകാനുള്ള നിയമം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്രം. അടുത്ത പോയിന്റ്, പ്രധാനമന്ത്രി മോദി ക്രൊയേഷ്യ സന്ദർശിച്ചു. എവിടെ സന്ദർശിച്ചു? ക്രൊയേഷ്യ. ജൂണില് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ക്രൊയേഷ്യൻ സന്ദർശനമാണ് 2025 ജൂണിൽ നടന്നത്. പ്രധാനമന്ത്രി മോദി ക്രൊയേഷ്യ സന്ദർശിച്ചു. പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ ക്രൊയേഷ്യൻ സന്ദർശനമാണ്. അടുത്ത പോയിന്റ്, അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം അന്വേഷിക്കാനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനൻ അധ്യക്ഷനായ 12-അംഗ ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. അടുത്ത പോയിന്റ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അനുസരിച്ച് സ്ത്രീ വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും സ്വന്തം ഗർഭം അലസിപ്പിക്കാൻ സ്വയം തീരുമാനിക്കാം എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. ഇഷ്ടമില്ലാത്ത ഗർഭം തുടരാൻ നിർബന്ധിക്കാൻ ആകില്ല എന്നാണ് കോടതിയുടെ വിധി. എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് അനുസരിച്ച് സ്ത്രീ വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും സ്വന്തം ഗർഭം അലസിപ്പിക്കാൻ സ്വയം തീരുമാനിക്കാം എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഗർഭം തുടരാൻ നിർബന്ധിക്കാനാകില്ല എന്നാണ് കോടതിയുടെ വിധി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം ചെയ്ത ധനുഷ്കോടി സാങ്ച്വറിയിൽ സംരക്ഷിക്കുന്ന ദേശാടന പക്ഷി ഏതാണ്? ഗ്രേറ്റർ ഫ്ലെമിംഗോ. ഏതാണ്? ഗ്രേറ്റർ ഫ്ലെമിംഗോയെയാണ് തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം ചെയ്ത ധനുഷ്കോടി സാങ്ച്വറിയിൽ സംരക്ഷിക്കുന്ന ദേശാടന പക്ഷി, ഗ്രേറ്റർ ഫ്ലെമിംഗോ. ഓക്കെ. അടുത്ത പോയിന്റ്, നടനും മക്കൾ നീതി മയ്യം നേതാവുമായ ആരാണ്? കമൽഹാസൻ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കമൽഹാസൻ അടക്കം 6 പേരെയാണ് തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത പോയിന്റാണ്, ഗുജറാത്തിലെ കച്ചിൽ കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വിഭാഗം നടത്തിയ ഖനനത്തിൽ 5300 വർഷം പഴക്കമുള്ള പ്രാചീന ഹാരപ്പൻ അവശിഷ്ടങ്ങൾ കണ്ടെത്തി.
അടുത്ത പോയിന്റ്, വരുമാന പരിധി നോക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് വയോവന്ദന യോജന. വയോവന്ദന യോജന എന്താണ് പ്രത്യേകത? വരുമാന പരിധി നോക്കാതെ രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് വയോവന്ദന പദ്ധതി. അടുത്ത പോയിന്റ്, രാജ്യത്തെ പരമ്പരാഗത ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് ആയുഷ് വിസ പദ്ധതി. ആയുഷ് വിസ പദ്ധതി. അടുത്ത പോയിന്റ്, ഇറ്റാലിയൻ ജലവൈദ്യുത പദ്ധതി. ഇറ്റാലിയൻ ജലവൈദ്യുത പദ്ധതിയാണ് അരുണാചൽ പ്രദേശ് ദിബാങ് താഴ്വരയില് ട്രീ നദി ടാലോ നദിയിലാണ് ഇറ്റാലിയൻ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് തീർത്ഥാടക സംഘം മടങ്ങിയ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഓക്കെ, അതെന്നാണ്? 2025 ജൂണിലായിരുന്നു ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് തീർത്ഥാടക സംഘം മടങ്ങിയ ഹെലികോപ്റ്റർ തകർന്നത് 2025 ജൂണിൽ. അടുത്ത പോയിന്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് കാച്ചഗുഡ റെയിൽവേ സ്റ്റേഷൻ, തെലങ്കാന. എന്താണ് പ്രത്യേകത? ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കാച്ചഗുഡ റെയിൽവേ സ്റ്റേഷൻ, തെലങ്കാന. അടുത്ത പോയിന്റ്, നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം LMG ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ ഡെറാഡൂൺ ആസ്ഥാനമായുള്ള പ്രതിരോധ സ്ഥാപനമായ BMS മെറ്റീരിയൽ ലിമിറ്റഡ് ആണ് AI മെഷീൻ ഗണ്ണ് വികസിപ്പിച്ചത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ 16ാം സെൻസസ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമായി. ഇന്ത്യയുടെ 16ാമത്തെ സെൻസസ് നടക്കുന്നത് 2027 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം. വിവരശേഖരണം രണ്ട് ഘട്ടമായിട്ട് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെയും മഞ്ഞുവീഴ്ച മേഖലകളിൽ 2026 ഒക്ടോബർ 1 മുതലും മറ്റിടങ്ങളിൽ 2027 മാർച്ച് 1 മുതലുമാണ് സെൻസസ് ആരംഭിക്കുന്നത്. ഒന്നുകൂടെ പറയാം, രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടക്കുന്നത്, അല്ലെങ്കിൽ സെൻസസിന്റെ വിവരശേഖരണം നടക്കുന്നത്. ഒന്ന് ലഡാക്ക്, ജമ്മു കാശ്മീർ പിന്നെ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെയും മഞ്ഞുവീഴ്ച മേഖലകളിൽ 2026 ഒക്ടോബർ 1 മുതലും മറ്റിടങ്ങളിൽ 2027 മാർച്ച് 1 മുതലുമാണ് സെൻസസ് ആരംഭിക്കുന്നത്. വിവരങ്ങൾ ശേഖരിക്കുന്നത് മൊബൈൽ ആപ്പ് വഴിയായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസും ഇതോടൊപ്പം നടക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ജാതി സെൻസസ് അവസാനമായി നടന്നത് 1931 ബ്രിട്ടീഷ് ഭരണകാലത്ത് ആണ്. അടുത്ത പോയിന്റ്, രാജ്യത്ത് 10 വർഷം കൂടുമ്പോൾ നടക്കേണ്ട സെൻസസ് അവസാനമായി നടത്തിയത് എന്നായിരുന്നു? 2011 നമുക്കറിയാം സെൻസസ് നടക്കേണ്ടത് 10 വർഷം കൂടുമ്പോഴാണ്. അത് ഏറ്റവും അവസാനം നടന്നത് 2011 ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. ഏതാണ്? കോർട്ട് ക്ലിക്ക് ആപ്ലിക്കേഷൻ ആണ് മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പ്. ഏതാണ്? കോർട്ട് ക്ലിക്ക്. അടുത്ത പോയിന്റ്, പുതിയ പാൻ നമ്പർ ലഭ്യമാക്കുന്നതിന് ആധാർ ഉപയോഗിച്ചിട്ടുള്ള തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് തീരുമാനിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ കമ്മീഷൻ ചെയ്ത ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് INS അർണാല. അടുത്ത പോയിന്റ് ആണ്, ബെസ്റ്റ് സെല്ലർ എഴുത്തുകാരായ ജെഫ്രി ആർച്ചറിന്റെയും അമിത് ത്രിപാഠിയുടെയും പേരിലുള്ള IGF ആർച്ചർ അമിഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി ശാലിനി മല്ലിക്. ഓക്കെ അല്ലേ? ഈ പുരസ്കാരത്തിന് അർഹമായ നോവലാണ് ദ വേ ഹോം എന്ന നോവലിനാണ് ശാലിനി മല്ലിക്കിന് ബെസ്റ്റ് സെല്ലർ എഴുത്തുകാരായ ജെഫ്രി ആർച്ചറിന്റെയും അമിഷ് ത്രിപാഠിയുടെയും പേരിലുള്ള IGF ആർച്ചർ അമിഷ് സ്റ്റോറി ടെല്ലേഴ്സ് പുരസ്കാരം ലഭിച്ചത്. ശാലിനി മല്ലിക്. പുരസ്കാരത്തിന് അർഹമായ നോവൽ ദ വേ ഹോം. അടുത്ത പോയിന്റ്, 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അല്ലെങ്കിൽ SIFF പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് വിക്ടോറിയ. ഏതാണ്? വിക്ടോറിയ. അടുത്ത പോയിന്റ്, 2025 യോഗ ദിനാഘോഷങ്ങളുടെ വേദി എവിടെയാണ്? വിശാഖപട്ടണം. യോഗ ദിനാഘോഷങ്ങളുടെ വേദി വിശാഖപട്ടണം. അടുത്ത പോയിന്റ്, ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കങ്ങളും ഒപ്പിയെടുക്കാൻ 52 ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയുടെ പേരാണ് SBS
SBS-03. ഏതാണ് SBS-03 ആണ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഓരോ നീക്കങ്ങളും ഒപ്പിയെടുക്കാൻ 52 ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പദ്ധതി SBS-03. ISROയും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 10 മുതൽ 500 കിലോഗ്രാം വരെ ഭാരമുള്ളതാവും ഉപഗ്രഹങ്ങൾ. 10 മുതൽ 500 കിലോ വരെ ഭാരം ഉണ്ടാവും. അടുത്ത പോയിന്റ്, വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമഘട്ടത്തിൽ എത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമാക്കുന്ന UPSCയുടെ പോർട്ടലാണ് പ്രതിഭ സേതു. എന്താണ് പ്രത്യേകത? വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമഘട്ടത്തിൽ എത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും ലഭ്യമാക്കുന്ന UPSC പോർട്ടലാണ് പ്രതിഭ സേതു പോർട്ടൽ. പ്രൊഫഷണൽ റിസോഴ്സസ് ആൻഡ് ടാലന്റ് ഓർഗനൈസേഷൻ ആണ് എന്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത പോയിന്റ്, മഹാരാഷ്ട്രയിലെ ഭൗമ സൂചിക പദവി ലഭിച്ച ചെരുപ്പ് ലെതർ സ്ലിപ്പർ ഇനമായ കോലാപുരി. ഏതാണ്? ലെതർ സ്ലിപ്പർ ഇനമായ കോലാപുരി എന്ന് പറയുന്ന ചെരുപ്പിനാണ് മഹാരാഷ്ട്രയിലെ ഭൗമ സൂചിക പദവി ലഭിച്ചത്. അടുത്ത പോയിന്റ്, വടക്ക് കിഴക്കൻ മേഖലയിൽ റെയിൽവേ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ തലസ്ഥാന നഗരം ഏതാണ്? ഐസ്വാൾ ആണ്. ഏതാണ്? ഐസ്വാൾ. പദ്ധതി ബൈരാഖി സൈരാങ് റെയിൽവേ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് ഗുജറാത്തിലെ കച്ചിൽ കമ്മീഷൻ ചെയ്തു. ഗുജറാത്തിലെ കച്ചിൽ. അടുത്ത പോയിന്റ്, അടുത്ത വർഷത്തോടെ രാജ്യത്ത് ആദ്യമായി ഗാർഹിക വരുമാന സർവേ നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതിനായി രൂപീകരിച്ച 7 അംഗ ടെക്നിക്കൽ എക്സ്പെർട്ട് ഗ്രൂപ്പിന് തലവൻ സുർജിത്ത് ഭല്ലയാണ്. ഏതാണ്? സുർജിത്ത് ഭല്ല. അടുത്ത പോയിന്റ്, ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസിന്റെ 2025 വേദി എന്ന് പറയുന്നത് ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ്. ഡെറാഡൂണിലെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ കൺസർവേഷൻ കോൺഫറൻസിന്റെ 2025 വേദി. അടുത്ത പോയിന്റ്, ഇന്ത്യയുമായി അന്തർവാഹിനി സഹകരണ മേഖലയിൽ 2 പുതിയ കരാറുകൾ ഒപ്പുവെച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഓക്കെ, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരായിരുന്നു? രാജേഷ് കുമാർ ആയിരുന്നു. ആരാണ്? രാജേഷ് കുമാർ. അടുത്ത പോയിന്റ്, ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചു. 2025 ജൂൺ 25 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 12:01 PM വിക്ഷേപിച്ചത്. 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തുന്നത്. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരൻ, രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ആര്? ശുഭാൻഷു ശുക്ല. വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ലക്നൗ സ്വദേശിയാണ് ആര്? ശുഭാൻഷു ശുക്ല. ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ആര്? ശുഭാൻഷു ശുക്ല. ഓക്കെ അല്ലേ? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ കുതിച്ചുയർന്ന ഡ്രാഗൺ പേടകം 28 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. 28 മണിക്കൂർ. അടുത്ത പോയിന്റ്, വിക്ഷേപണം നടന്നത് അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്. ഓക്കെ അല്ലേ? ആക്സിയത്തിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? മിഷന്റെ പൈലറ്റ് ശുഭാൻഷു ശുക്ലയാണ്. കമാൻഡർ ആരാണ്? പെഗ്ഗി വിറ്റ്സൺ USA. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സാവോസ് ഉസ്താൻസ്കി പോളണ്ട് വംശജൻ. പിന്നെ ടിബോർ കബു, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കബു എന്നിവരായിരുന്നു ആക്സിയം ബാക്കിയുള്ള മറ്റ് അംഗങ്ങൾ. ഓക്കെ, ആക്സിയം മിഷൻ അഭിമാനത്തോടെ കേരളം എന്താണ് പരീക്ഷണത്തിനായി കേരളത്തിന്റെ വിത്തിനങ്ങൾ ബഹിരാകാശത്തേക്ക് പരീക്ഷണത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ജ്യോതി ഉമ നെല്ല്, കനകമണി അത് കുറ്റിപ്പയറാണ്, തിലകതാര എള്ളാണ്, സൂര്യ അത് വഴുതനയാണ്, വെള്ളായണി വിജയ് എന്ന് പറയുന്നത് തക്കാളിയാണ് എന്നിവയാണ് ബഹിരാകാശത്ത് കൊണ്ടുപോകുക വിത്തിനങ്ങൾ. ഓക്കെ അല്ലേ? ഉമ നെല്ല് വികസിപ്പിച്ചത് ആരാണ്? ഡോക്ടർ ആർ ദേവികയാണ് ഉമ നെല്ല് വികസിപ്പിച്ചത്. അടുത്ത പോയിന്റ്, ക്രോപ്സ് സീഡ്സ് ഇൻ ISS എന്ന പരീക്ഷണത്തിനായാണ് വിത്തുകൾ വിക്ഷേപിച്ചത്. ക്രോപ്സ് സീഡ്സ് ഇൻ ISS എന്ന പരീക്ഷണത്തിനായാണ് വിക്ഷേപിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. ആക്സിയം ദൗത്യത്തിൽ 4 സഞ്ചാരികളോടൊപ്പം പോയ അരയന്ന പാവയുടെ പേര് എന്താണ്? ജോയ് എന്നാണ് അരയന്ന പാവയുടെ പേര്. അടുത്ത പോയിന്റ്, ബഹിരാകാശ നിലയത്തിൽ എത്തിയ 634ാമത്തെ വ്യക്തിയാണ് ആര്? ശുഭാൻഷു
ശുക്ല. എന്താണ്? ബഹിരാകാശ നിലയത്തിൽ എത്തിയ 634ാമത്തെ വ്യക്തിയാണ് ശുഭാൻശു ശുക്ല. ക്രൂ നമ്പർ 634 എന്നാണ് അറിയപ്പെടുന്നത്. ക്രൂ നമ്പർ 634, ശുഭാൻശു ശുക്ല. അടുത്ത പോയിന്റ്, ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്ന പേടകം ഏതാണ്? പേടകം ഡ്രാഗൺ എന്ന് പറയുന്ന പേടകമാണ്. അതല്ലേ? അല്ലെ, ഡ്രാഗൺ എന്ന് പറയുന്ന പേടകം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അടുത്ത പോയിന്റ്, ഡ്രാഗൺ വഹിച്ചുകൊണ്ട് പോകുന്ന റോക്കറ്റ് ഏതാണ്? ഫാൽക്കൺ 9 എന്നുള്ള റോക്കറ്റ് ആണ്. വിക്ഷേപണ സ്ഥലം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡയാണ്, USA ആണ്. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്ത് എത്തുന്നത്. 41 വർഷങ്ങൾക്ക് ശേഷം. അടുത്ത പോയിന്റ്, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ പ്രമേയം പാസാക്കി. അടിയന്തരാവസ്ഥ കാലത്ത് RSS പ്രചാരകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട അനുഭവങ്ങൾ വിവരിക്കുന്ന പുസ്തകമാണ് ദി എമർജൻസി ഡയറീസ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ. എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ വിവരിക്കുന്ന പുസ്തകമാണ്. ദ എമർജൻസി ഡയറീസ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ എന്ന് പറയുന്ന പുസ്തകം. അടുത്ത പോയിന്റ്, വികസിത ഭാരത് 2047 കീഴിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി നവ്യ നൈപുണ്യ സംരംഭത്തിന് തുടക്കം കുറിച്ച സർക്കാർ. ഉത്തർപ്രദേശിലെ സോൻഭദ്രയിലാണ് തുടക്കം കുറിച്ചത്. നവ്യ ഉത്തർപ്രദേശിലെ സോൻഭദ്ര. 16 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കൗമാരക്കാരായ പെൺകുട്ടികളെ പാരമ്പര്യേതരവും പുതിയതുമായ തൊഴിൽ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകി സജ്ജരാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത പോയിന്റ്, ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അല്ലെങ്കിൽ GSL 08 FPV പ്രോജക്ടിന് കീഴിലുള്ള ആദ്യത്തെ ഫാസ്റ്റ് പെട്രോൾ വെസൽ യാർഡ് 1271 അദ്യമ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടുത്തി. സമുദ്ര സുരക്ഷയിലും തദ്ദേശീയ കപ്പൽ നിർമ്മാണത്തിലും ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇത്. അടുത്ത പോയിന്റ്, 2025 ജൂണിൽ മരണപ്പെട്ട ISRO ശാസ്ത്രജ്ഞനും തമിഴ് എഴുത്തുകാരനുമായ വ്യക്തിയാണ് നെല്ലേസു മുത്തു. ആരാണ്? നെല്ലേസു മുത്തു ആണ് 2025 ജൂണിൽ മരണപ്പെട്ട ISRO ശാസ്ത്രജ്ഞനും തമിഴ് എഴുത്തുകാരനുമായ വ്യക്തി, നെല്ലേസു മുത്തു. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ഥാപ്പർ. ആരാണ്? വാൽമീക് ഥാപ്പർ അന്തരിച്ചു. അപ്പൊ ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് എന്ന് ചോദിച്ചാൽ വാൽമീക് ഥാപ്പർ ആണ്. ആരാണ്? വാൽമീക് ഥാപ്പർ. അദ്ദേഹത്തിന്റെ ബുക്കാണ് കടുവ എന്റെ ജീവിതം, രൺധീബോറും അതിനപ്പുറവും. എന്താണ്? കടുവ എന്റെ ജീവിതം, രൺധീബോറും അതിനപ്പുറവും എന്നുള്ളതാണ് വാൽമീക് ഥാപ്പറിന്റെ കൃതി. അദ്ദേഹം അറിയപ്പെടുന്ന പേര് ടൈഗർ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകിയിരുന്ന JCB സാഹിത്യ പുരസ്കാരം നിർത്തലാക്കി. എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകിയിരുന്ന JCB സാഹിത്യ പുരസ്കാരം നിർത്തലാക്കി. 2018 ആരംഭിച്ച JCB സാഹിത്യ പുരസ്കാര ജേതാക്കൾക്ക് 25 ലക്ഷം രൂപയായിരുന്നു സമ്മാനം. ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷിലുള്ള കൃതികൾക്കോ ഇംഗ്ലീഷിലേക്ക് ഉള്ള വിവർത്തന കൃതികൾക്കോ ആണ് പുരസ്കാരം നൽകിയിരുന്നത്. 2018 പ്രഥമ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ബെന്യാമിനായിരുന്നു. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിക്ക് ബെന്യാമിനായിരുന്നു പ്രഥമ JCB പുരസ്കാരം ലഭിച്ചത്. 2020 മീശ എന്ന കൃതിക്ക് S ഹരീഷിനും JCB പുരസ്കാരം ലഭിച്ചു. ഇപ്പോൾ അത് നിർത്തലാക്കി. 2021 അത് M മുകുന്ദനാണ് ലഭിച്ചത്. ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു 2021 JCB പുരസ്കാരം M മുകുന്ദന് ലഭിച്ചത്. 2024 ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഉപമന്യു ചാറ്റർജിക്കായിരുന്നു JCB പുരസ്കാരം ലഭിച്ചത്. 2024 ലഭിച്ചത്. ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കായിരുന്നു 2024 JCB പുരസ്കാരം ലഭിച്ചത്. അത് എന്ത് ചെയ്തു? JCB പുരസ്കാരം നിലവിൽ എന്ത് ചെയ്തു വെച്ചു? അത് നിർത്തലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് 2025 ജൂണിൽ എന്താണ് നടന്നത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കരോൾ നൗറോക്കിയാണ് പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പാരഗ്വേ അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിലെ രാജ്യമായ പാരഗ്വേയുടെ പ്രസിഡന്റ് ആരാണ്? സാന്റിയാഗോ പെന പലാസിയോസ്. ആരാണ്? സാന്റിയാഗോ പെന പലാസിയോസ് ആണ് 2025 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച പാരഗ്വേയുടെ പ്രസിഡന്റ്. അടുത്തിടെ പുതിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ്
പുതിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ്? ലീ ജെ യങ് ആണ്. ലീ ജെ യങ് ആണ് പുതിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ്. അടുത്തിടെ ചിത്രകാരൻ സൈനുദ്ദീൻ അബ്ദിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ കറൻസി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഏതാണ്? ബംഗ്ലാദേശ്. അടുത്തിടെ ചിത്രകാരൻ സൈനുൽ അബ്ദിന്റെ ചിത്രം ഉൾപ്പെടുത്തി കറൻസി പുറത്തിറക്കിയ രാജ്യം ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, അസിസ്റ്റഡ് ഡൈയിങ് അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ഉള്ളവർക്ക് മരിക്കാനുള്ള അവകാശം ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഏതാണ്? ഫ്രാൻസ്. എന്താണ്? അസിസ്റ്റഡ് ഡൈയിങ് അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ഉള്ളവർക്ക് മരിക്കാനുള്ള അവകാശം ബില്ലായിട്ട് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ബീച്ചിലും പാർക്കിലും പുകവലി നിരോധിച്ച രാജ്യവും ഏത് തന്നെയാണ്? ഫ്രാൻസ് ആണ്. ബീച്ചിലും പാർക്കിലും പുകവലി നിരോധിച്ച രാജ്യം ഫ്രാൻസ് ആണ്. അടുത്ത പോയിന്റ്, വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ തീരുവ 50% മാറ്റിയത് ഏത് രാജ്യമാണ്? US ആണ്. ഏതാണ്? US ആണ്. അടുത്ത പോയിന്റ്, 2025 ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം. 2025 ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം എന്താണ്? ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി എന്നുള്ളതാണ് 2025 ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലം ഏതാണ്? ജമ്മു കാശ്മീരിലെ ചെനാബ് പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലം. ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം. അടുത്ത പോയിന്റ്, ബംഗ്ലാദേശിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനി കൗൺസിൽ നിയമത്തിൽ സുപ്രധാന ഭേദഗതികൾ വരുത്തി ഇടക്കാല സർക്കുലറിലൂടെ രാഷ്ട്രപിതാവ് എന്ന പദവി നഷ്ടമായത് ആർക്കാണ്? ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ആ പദവി നഷ്ടമായത്. എന്താണ്? ബംഗ്ലാദേശിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനി കൗൺസിൽ നിയമത്തിൽ സുപ്രധാന ഭേദഗതികൾ വരുത്തി ഇടക്കാല സർക്കുലറിലൂടെ രാഷ്ട്രപിതാവ് എന്ന പദവി നഷ്ടമായത് ആർക്കാണ്? ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. അടുത്ത പോയിന്റ്, സൗരയൂഥത്തിൽ പുതിയതായി കണ്ടെത്തിയ കുള്ളൻ ഗ്രഹം ഏതാണ്? കുള്ളൻ ഗ്രഹത്തിന്റെ പേര് 2017 OF201 2017 OF201 എന്നുള്ളതാണ് സൗരയൂഥത്തിൽ പുതിയതായി കണ്ടെത്തിയ കുള്ളൻ ഗ്രഹത്തിന്റെ പേര്. നിലവിൽ 9 അംഗീകൃത കുള്ളൻ ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ ഉള്ളത്. 9 അംഗീകൃത കുള്ളൻ ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ ഉള്ളത്. അടുത്ത പോയിന്റ്, അടുത്തിടെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ രാജ്യം ഏതാണ്? ഖത്തർ ആണ്. ഏതാണ്? ഖത്തർ. ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ രാജ്യം ഖത്തർ. മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ US താവളമായ അൽ ഉദായിദ് എയർബേസിലേക്കാണ് ആര് ആക്രമണം നടത്തിയത്? ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ ഈ ആക്രമണത്തിന് അറിയപ്പെടുന്ന പേര് വിജയ വിളംബരം എന്നാണ്. എന്താണ്? വിജയ വിളംബരം. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏതാണ്? വൈദ്യുത വിമാനം അലിയ CX-300. അലിയ CX-300 ആണ് ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ഷിങ്കൻസെൻ ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു. വേഗത എന്ന് പറയുന്നത് 320 കിലോമീറ്റർ ആണ്. 320 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആദ്യ ഷിങ്കൻസെൻ ബുള്ളറ്റ് ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ശ്വാസത്തിലൂടെ വൈദ്യുതി പുറത്തുവിടുന്ന ബാക്ടീരിയ കണ്ടെത്തി ശാസ്ത്രലോകം. ശ്വാസത്തിലൂടെ വൈദ്യുതി പുറത്തുവിടുന്ന ബാക്ടീരിയയെ കണ്ടെത്തി. അടുത്ത പോയിന്റ്, കരാർ പ്രകാരം ഇന്ത്യക്ക് നൽകേണ്ട S-400 ട്രയംഫ് മിസൈൽ വ്യൂഹത്തിൽ അവശേഷിക്കുന്നവ 2026 കൈമാറുമെന്ന് ഏത് രാജ്യം പറഞ്ഞു? റഷ്യ പറഞ്ഞു. ഇന്ത്യയിലെ ഡെപ്യൂട്ടി റഷ്യൻ അംബാസഡർ ആരാണ്? ഫോമൻ ബാബുഷ്കിൻ ആണ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി റഷ്യൻ അംബാസിഡർ. അടുത്ത പോയിന്റ്, അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങളെ കണ്ടെത്തി. ഫിലിപ്പീൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങളെ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രി അനലീന ബാർബോക്കിനെ തെരഞ്ഞെടുത്തു. എന്താണ്? ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായിട്ട് ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രി അനലീന ബാർബോക്കിനെ തെരഞ്ഞെടുത്തു. 2025 സെപ്റ്റംബറിൽ നടക്കുന്ന UNOയുടെ 80ാം സഭാ സമ്മേളനത്തിൽ ബാർബോക്കാവും അധ്യക്ഷത വഹിക്കുന്നത്.
അടുത്ത പോയിന്റ്, ഇന്ത്യ വിയറ്റ്നാം ഹൈഡ്രോഗ്രാഫിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് കപ്പലായ INS ദർശക് ഹോച്ചിമിൻ സിറ്റി സന്ദർശിച്ചു. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയിലെ ആൽബർട്ടയാണ്. 2025 G7 ഉച്ചകോടിയുടെ വേദി. 2025 ജൂണിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ വ്യക്തിയാണ് ജൊനാഥൻ ജോസ് ഗോൺസാലസ്. ആരാണ്? ജൊനാഥൻ ജോസ് ഗോൺസാലസ് ആണ് 2025 ജൂണിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ വ്യക്തി, ജൊനാഥൻ ജോസ് ഗോൺസാലസ്. അടുത്ത പോയിന്റ്, ബെൽജിയം ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ് IIAS 2025-28 പ്രസിഡന്റ് സ്ഥാനം ആദ്യമായി ഇന്ത്യക്ക് ലഭിച്ചു. ബെൽജിയം ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ IIASന്റെ 2025 മുതൽ 28 വരെയുള്ള പ്രസിഡന്റ് സ്ഥാനം ആദ്യമായിട്ട് ഇന്ത്യക്ക് ലഭിച്ചു. 2025-28 കാലയളവിലേക്കുള്ള പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വി ശ്രീനിവാസാണ്. 1998 മുതൽ ഇന്ത്യ IIASൽ അംഗമാണ്. 1998 മുതൽ അംഗമാണ്. നിലവിലെ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 5.5% ആണ്. റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 5.5%. അടുത്ത പോയിന്റ്, ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അനുമതി ലഭിച്ചു. ഇലോൺ മസ്കിന്റെ ആണ് സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അനുമതി ലഭിച്ചു. അടുത്ത പോയിന്റ്, ഇന്ത്യക്ക് സുഖോയ് Su-57 ഇസ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന്റെ മുഴുവൻ സോഴ്സ് കോഡും കൈമാറണമെന്ന വാഗ്ദാനവുമായി ഏത് രാജ്യം മുന്നോട്ട് വന്നു? റഷ്യ മുന്നോട്ട് വന്നു 2025 ജൂണിൽ. അടുത്ത പോയിന്റ്, 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റ് മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത് എൻവിഡിയയാണ്. ഏതാണ്? എൻവിഡിയ എന്ന കമ്പനിയാണ് 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റ് മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായിട്ട് മാറിയത് എൻവിഡിയ. അടുത്ത പോയിന്റ്, ലിസ മാക്കിൻറോഷ് കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന സോഫ്റ്റ്വെയറുകളായ ക്വിക്ക് ഡ്രോ വികസിപ്പിച്ച ആരാണ്? ബിൽ ആറ്റ്കിൻസൺ അന്തരിച്ചു. ചോദിക്കാം, ലിസ മാക്കിൻറോഷ് എന്നീ കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന സോഫ്റ്റ്വെയർ വികസിപ്പിച്ച അടുത്തിടെ അന്തരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബിൽ ആറ്റ്കിൻസൺ. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ഡബിൾ ക്ലിക്ക് എന്നീ സംവിധാനങ്ങൾ വികസിപ്പിച്ചത് ആര് തന്നെയാണ്? ബിൽ ആറ്റ്കിൻസൺ ആണ്. എന്തൊക്കെയാണ്? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസും പിന്നെ ഡബിൾ ക്ലിക്കും വികസിപ്പിച്ചത് ആരാണ്? ബിൽ ആറ്റ്കിൻസൺ ആണ്. അടുത്ത പോയിന്റ്, ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിന വിഴിഞ്ഞത്തെത്തി 2025 ജൂൺ 9. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ വലിയ അളവിലുള്ള കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്ത കപ്പലാണ് MSC ഐറിന. ഒരു ദക്ഷിണേന്ത്യൻ തുറമുഖത്ത് ആദ്യമായി നങ്കൂരമിട്ടത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. പിന്നെ NSC ഐറിനയുടെ ക്യാപ്റ്റൻ ആരാണ്? വില്ലി ആന്റണിയാണ്. അടുത്ത പോയിന്റ്, 2025 ജൂൺ 9 അറബിക്കടലിൽ വെച്ച് തീ പിടിച്ച കപ്പൽ ഏതാണ്? IV വാൻഹായ് 503 ആണ് 2025 ജൂൺ 9 അറബിക്കടലിൽ വെച്ച് തീ പിടിച്ച കപ്പൽ IV വാൻഹായ് 503. ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്ന് മുംബൈയിലെ നവഷേവയിലേക്ക് പോയതായിരുന്നു കപ്പൽ. അപ്പോഴാണ് അറബിക്കടലിൽ വെച്ച് തീ പിടിച്ചത്. കൂടുതൽ വ്യാപനശേഷിയുള്ള COVID-19 വൈറസ് വകഭേദം XFG ഇന്ത്യയിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് വന്നു. XFG എന്നത് SARS-CoV വാക്സിൻ 2 വൈറസിന്റെ ഒരു പുനഃസംയോജിത ഉപവകഭേദമാണ്. അടുത്ത പോയിന്റ്, ചൈനീസ് പൗരന്മാർ US-ലേക്ക് കടത്തിയ കോവിഡിനേക്കാൾ നാശം വിതയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഫംഗസ് ആണ് ഫ്യൂസേറിയം ഗ്രാമിനിയാറം. ഏതാണ്? ഫ്യൂസേറിയം ഗ്രാമിനിയാറം. ഗോതമ്പ്, ബാർലി, ചോളം, അരി എന്നിവയെ ബാധിക്കുന്ന വിളരോഗമായ ഹെഡ് ബ്ലൈറ്റിന് കാരണമാകുന്നത് ഏത് ഫംഗസ് ആണ്? ഫ്യൂസേറിയം ഗ്രാമിനിയാറം ആണ്. ഇത് ഒരു അഗ്രോ ടെറിസ ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയ ഗോർഡൻ ജി ചാങ് ആണ്. അടുത്ത പോയിന്റ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 12 രാജ്യങ്ങൾക്കായുള്ള യാത്രാ വിലക്ക് പ്രാബല്യത്തിൽ വന്നു. അടുത്ത പോയിന്റ്, ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, കോങ്കോ ബ്രാസാവില്ലെ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്തി, ഇറാൻ,
ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. 12 രാജ്യങ്ങളിലെ യാത്രാ വിലക്ക് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിൽ 1 അഫ്ഗാനിസ്ഥാൻ, 2 മ്യാൻമർ, 3 ചാഡ്, 4 കോങ്കോ, 5 ഇക്വറ്റോറിയൽ ഗിനിയ, 6 എറിത്രിയ, 7 ഹെയ്ത്തി, 8 ഇറാൻ, 9 ലിബിയ, 10 സൊമാലിയ, 10 സുഡാൻ, 11 യമൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, വോയിസ് ഫോർ ദ വോയിസ്ലെസ്. വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദലൈലാമയാണ്. ദലൈലാമയാണ് വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത്. അടുത്ത പോയിന്റ്, ടൈപ്പ് 2 പ്രമേഹം, അമിതവണ്ണം എന്നിവ നിയന്ത്രിക്കാൻ US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഇലി ലില്ലി പുറത്തിറക്കിയ കുത്തിവയ്പ്പ് അധിഷ്ഠിത മരുന്നിന്റെ പേരാണ് മൗഞ്ചാരോ. ഏതാണ്? മൗഞ്ചാരോ. അടുത്ത പോയിന്റ്, ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദി ഫ്രാൻസിലെ നിസിലാണ്. ഫ്രാൻസിലെ നിസിലാണ് ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയാവുന്നത്, ഫ്രാൻസിലെ നിസിൽ. അടുത്ത പോയിന്റ്, അതിന്റെ കൂടെയുള്ളതാണ് ഹൈസീഡ് ഉടമ്പടി അംഗീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രധാന അജണ്ട. നിസിൽ ഫ്രാൻസിൽ നടക്കുന്ന 3ാം സമുദ്ര സമ്മേളനത്തിന്റെ അജണ്ട എന്താണ്? ഹൈസീഡ് ഉടമ്പടി അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. പിന്നീട് പറയുന്നു, ഒരു രാജ്യത്തിന്റെയും അധികാരപരിധി ഇല്ലാത്ത വിശാല വൈവിധ്യ സംരക്ഷണത്തിനുള്ള ഉടമ്പടിയാണ് ഇത്. അടുത്ത പോയിന്റ്, 2025 ജൂണിൽ അന്തരിച്ച ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആരാണ്? ഫെഡറിക് ഫോർസത്ത് ആണ്. ആരാണ്? ഫെഡറിക് ഫോർസത്ത് ആണ് 2025 ജൂണിൽ അന്തരിച്ച ബ്രിട്ടീഷ് നോവലിസ്റ്റ്. അദ്ദേഹത്തിന്റെ കൃതികൾ ദി ഡേ ഓഫ് ദ ജാക്കോൾ, ദ ഒഡേസ ഫയർ, പിന്നെ ദ ഡോഗ്സ് ഓഫ് വാർ, ദ ഫോർത്ത് പ്രോട്ടോകോൾ എന്നിവ ആരുടെ നോവലാണ്? ഫ്രെഡറിക് ഫോർസത്തിന്റെ നോവലാണ്. അദ്ദേഹം 2025 ജൂണിൽ അന്തരിച്ചു. അടുത്ത പോയിന്റ്, റവല്യൂഷണറി ഗാർഡ് തലവൻ ഹുസൈൻ സലാമിയെ ആര് വധിച്ചു? ഇസ്രയേല് വധിച്ചു. അടുത്ത പോയിന്റ്, ഗസയിൽ അടിയന്തരവും സ്ഥിരവും ഉപാധിരഹിതവുമായ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് സ്പെയിൻ UN അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിക്കാതെ വിട്ടുനിന്ന് ഇന്ത്യ. അടുത്ത പോയിന്റ്, ഇറാനിൽ വൻ നാശം വിതച്ച ഇസ്രയേലിന്റെ അതിശക്തമായ വ്യോമാക്രമണം നടന്നു. 2025 ജൂൺ 13 ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തുന്ന ഓപ്പറേഷന്റെ പേരാണേത്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇസ്രയേലിന് മറുപടിയായി ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആണ്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ്? അയൺ ഡോം എന്നാണ് പ്രതിരോധ സംവിധാനത്തിന്റെ പേര്. അയൺ ഡോം എന്നാണ് പ്രതിരോധ സംവിധാനത്തിന്റെ പേര്. ഓക്കെ അല്ലേ? നമുക്കറിയാം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജെജു എന്ന് പറയുന്ന സ്ഥലമാണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജെജു എന്ന് പറയുന്ന സ്ഥലത്താണ് പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് വേദിയാകുന്നത്. നമുക്കറിയാം ജൂൺ 12 പ്രത്യേകത എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. ജൂൺ 12 പുരോഗതി വ്യക്തമാണ്, പക്ഷെ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ശ്രമങ്ങൾ വേഗത്തിലാക്കാം എന്നുള്ളതാണ് പ്രമേയം, ഈ വർഷത്തെ പ്രമേയം. അടുത്ത പോയിന്റ്, ലോക രക്തദാന ദിനം എന്ന് പറയുന്നത് ജൂൺ 14. 2025 മുദ്രാവാക്യം എന്ന് പറയുന്നത് രക്തദാനത്തിലൂടെ പ്രത്യാശയേകി നമുക്ക് ഒരുമിച്ച് ജീവൻ രക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ജൂൺ 15 ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനം. ജൂൺ 15 2024 പ്രമേയം ദീർഘകാല പരിചരണ സൗകര്യം ഒരുക്കി വയോജന പീഡനങ്ങളെ നേരിടാം, കണക്കുകൾ ശേഖരിച്ചും പ്രതിവിധി കണ്ടും. ഓക്കെ അല്ലേ? ജൂൺ 21 പ്രത്യേകത ലോക സംഗീത ദിനമാണ്. ജൂൺ 21 തന്നെ പ്രത്യേകത അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനം 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആണ് ജൂൺ 2025 നടന്നത്. യോഗ ദിന ആഘോഷങ്ങളുടെ വേദി എവിടെയായിരുന്നു? വിശാഖപട്ടണമായിരുന്നു വേദി. 2025 യോഗാ ദിനത്തിന്റെ പ്രമേയം ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നുള്ളതാണ് പ്രമേയം. ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നുള്ളതായിരുന്നു 2025 ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ജൂൺ 23 പ്രത്യേകത ലോക ടൈപ്പ് റൈറ്റർ ദിനം. ജൂൺ 23 അല്ലെ? ജൂൺ 25 എന്ന് പറയുന്നത് വേൾഡ് ഡീകാർബണൈസേഷൻ ഡേ ആണ്. ഡീകാർബണൈസേഷൻ ഡേ ജൂൺ 25
അന്ന് ജൂൺ 25 തന്നെയാണ് ഭരണഘടനാ ഹത്യ ദിനം. ഭരണഘടനാ ഹത്യ ദിനവും ജൂൺ 25-നാണ്. എന്താണ് ഭരണഘടനാ ഹത്യ ദിനമായിട്ട് ആചരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 1975 ജൂൺ 25-ന് ഇന്ദിരാഗാന്ധി ആർട്ടിക്കിൾ 352 പ്രകാരം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമായിരുന്നു ജൂൺ 25 2025 നടന്നത്. ആ ഒരു ദിനത്തിനാണ് ജൂൺ 25-നെ ഭരണഘടനാ ഹത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കാൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗിച്ച കാർലോ അക്യൂട്ടീസിനെ സെപ്റ്റംബർ 7-ന് ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കും. ഇതോടെ മിലേനിയൽ കാലം എന്ന് പറഞ്ഞാൽ 1981 മുതൽ 96 വരെ ജനിച്ച ആദ്യ വിശുദ്ധനാകും ആരാണ്? കാർലോ അക്യൂട്ടീസ്. അടുത്ത പോയിന്റ്, പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് പൊഖ്രാനിൽ പരീക്ഷിച്ച ആധുനിക ഡ്രോണിന്റെ പേരാണിത് രുദ്രാസ്ത്ര. ഏതാണ്? രുദ്രാസ്ത്ര. ഓക്കെ അല്ലേ? സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മാരിയോസ് ആർക്ക് ലഭിച്ചു? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിച്ചു. എന്താണ്? സൈപ്രസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മാരിയോസ് ആർക്ക് ലഭിച്ചു? നരേന്ദ്രമോദിക്ക് ലഭിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ സൈപ്രസിന്റെ പ്രസിഡന്റ് ആരാണ് നമുക്ക് നോക്കാം. നിക്കോസ് ക്രിസ്റ്റോ ഡൗലൈഡസ് ആണ് സൈപ്രസിന്റെ പ്രസിഡന്റ്. നിക്കോസ് ക്രിസ്റ്റോ ഡൗലൈഡസ്. ഓക്കെ. അടുത്ത പോയിന്റ്, നിലവിൽ വന്ന് 116-ാം വർഷം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 നയിക്കാൻ ഒരു വനിത എത്തുന്നു അല്ലെ? MI6 മേധാവിയെ പരാമർശിക്കുന്ന അക്ഷരമാണ് ഏത്? സി എന്ന് പറയുന്ന അക്ഷരം. ഈ പദവിയിൽ എത്തുന്ന ആദ്യത്തെ വനിതയാണ് മെട്രവെലി. ആരാണ്? മെട്രവെലിയാണ് ഈ പദവിയിൽ എത്തുന്നത്. 116 വർഷം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6-ന്റെ വനിതാ പദവിയിൽ അല്ലെങ്കിൽ വനിതാ മേധാവിയായിട്ട് നയിക്കാൻ എത്തുന്ന വനിതയാണ് മെട്രവെലി. MI6 മേധാവിയെ പരാമർശിക്കുന്ന അക്ഷരമാണ് ഏത്? സി എന്ന് പറയുന്ന അക്ഷരം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. ഇസ്രയേലിന് വേണ്ടി ചാരപ്പണി നടത്തി 2023 മുതൽ ജയിലിൽ ആയിരുന്ന ഡോക്ടർ ഇസ്മായിൽ ഫക്രിയെ ഇറാൻ തൂക്കിലേറ്റി. അടുത്ത പോയിന്റ്, സ്വന്തം പേരിൽ മൊബൈൽ ഫോൺ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കമ്പനി ഏതാണ്? ട്രംപ് മൊബൈൽ എന്നാണ് പേര്. ട്രംപ് മൊബൈൽ. സ്വന്തം പേരിൽ മൊബൈൽ ഫോൺ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കമ്പനി ട്രംപ് മൊബൈൽ. അടുത്ത പോയിന്റ്, ആഗോളതലത്തിൽ അംഗീകാരം ലഭിച്ച വാണിജ്യ അടിസ്ഥാനത്തിൽ ലണ്ടനിൽ നിർമ്മാണം തുടങ്ങിയ ഇന്ത്യൻ നാടൻ വാറ്റിന്റെ പേരെന്താണ്? മണവാട്ടി. ഏതാണ്? മണവാട്ടി. ആഗോളതലത്തിൽ അംഗീകാരം ലഭിച്ച വാണിജ്യ അടിസ്ഥാനത്തിൽ ലണ്ടനിൽ നിർമ്മാണം തുടങ്ങിയ ഇന്ത്യൻ നാടൻ വാറ്റാണ് മണവാട്ടി. അടുത്ത പോയിന്റ്, കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ആരാണ്? മെഴ്സിഡസിന്റെ ജോർജ് റസൽ ആണ് ജേതാവായത്. ജോർജ് റസൽ ആണ് കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത്. മെഴ്സിഡസിന്റെ ജോർജ് റസൽ. അടുത്ത പോയിന്റ്, മ്യൂണിക്കിൽ നടന്ന 2025 ISSF ലോകകപ്പിൽ 4 മെഡലുകളുമായി ഇന്ത്യ പട്ടികയിൽ എത്രാം സ്ഥാനത്ത് എത്തി? 3-ാം സ്ഥാനത്ത് എത്തി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ലോക റെക്കോർഡ് 12-ാം തവണയും തിരുത്തി പോൾ വോൾട്ട് താരം ഡുപ്ലാന്റിസ്. സ്വീഡന്റെ പോൾ വോൾട്ട് താരമാണ് അർമാൻ ഡുപ്ലന്റിസ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, നിരായുധീകരണ നടപടിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK. ഈ രാജ്യങ്ങളാണ് നിരായുധീകരണ നടപടിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലേക്ക് എത്തുന്ന എലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയാണ് സാറ്റ്കോം. ഏതാണ്? സാറ്റ്കോം ആണ് ഇന്ത്യയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനി. ഏതാണ്? സാറ്റ്കോം. അടുത്ത പോയിന്റ് ആണ്, അടുത്തിടെ തെക്കേ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ ചാടും ചിലന്തി ഏതാണ്? സ്പാർട്ടിയസ് കരിഗിരിയാണ്. സ്പാർട്ടിയസ് കരിഗിരി. അടുത്ത പോയിന്റ്, US ജനസംഖ്യാ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാമത്. യുഎന്നിന്റെ ജനസംഖ്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാമത്. 146.39 കോടി ആണ് ജനസംഖ്യ. എന്നാൽ രാജ്യത്തിന്റെ മൊത്തം പ്രത്യുൽപാദന നിരക്കിൽ കുറവ് വന്നിട്ടുണ്ട്. 1.9 ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ട്. പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 71-ഉം സ്ത്രീകളുടേത് 74-ഉമാണ് ഇന്ത്യയുടെ ആയുർദൈർഘ്യത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, 500 കിലോഗ്രാം വരെയുള്ള ചെറിയ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള ISROയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV സാങ്കേതിക വിദ്യ കൈമാറുന്ന സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL. HAL-നാണ് കൈമാറുന്നത്. അടുത്ത പോയിന്റ്,
യുദ്ധക്കപ്പലായ INS തമാൽ ജൂലൈ 1 റഷ്യയിൽ കമ്മീഷൻ ചെയ്യും. യുദ്ധക്കപ്പലായ INS തമാൽ ജൂലൈ 1 റഷ്യയിൽ കമ്മീഷൻ ചെയ്യും. റഷ്യൻ സഹകരണത്തോടെയുള്ള ഭീമൻ യുദ്ധക്കപ്പലിന്റെ 26% ഭാഗങ്ങളും എവിടെയാണ് നിർമ്മിച്ചത്? ഇന്ത്യയിലാണ് നിർമ്മിച്ചത്. റഷ്യൻ സഹകരണത്തോടെയുള്ള ഭീമൻ യുദ്ധക്കപ്പലിന്റെ 26% ഭാഗങ്ങളും എവിടെയാണ് നിർമ്മിച്ചത്? ഇന്ത്യയിലാണ് നിർമ്മിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, 40 ആണ്ട് പിന്നിട്ട വിമാന ദുരന്തമാണ് കനിഷ്ക വിമാന ദുരന്തം. കനിഷ്ക വിമാന ദുരന്തം 40 വർഷമായി. 1985 ജൂൺ 23 കാനഡയിലെ ടൊറന്റോയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ AI 182 വിമാനം അയർലൻഡിന് സമീപം ബോയിങ് 747 വിമാനത്തിലെ ലഗേജിൽ ഉണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് കടലിൽ വീണ വിമാനത്തിലുണ്ടായിരുന്ന 29 മലയാളികളടക്കം 329 പേരും മരണത്തിനിടയായത്. ആ ഒരു വിമാന ദുരന്തത്തിന് പറയുന്ന പേരാണ് കനിഷ്ക എന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പൂരി, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം അയർലൻഡിലുള്ള കോർക്ക് നഗരത്തിലെ സ്മാരകത്തിലെത്തി ആദരം അർപ്പിച്ചു. ഓക്കെ അല്ലേ? അയർലൻഡിന്റെ പ്രധാനമന്ത്രി ആരാണ്? മൈക്കിൾ മാർട്ടിൻ ആണ്. ആരാണ്? മൈക്കിൾ മാർട്ടിൻ ആണ് അയർലൻഡിന്റെ പ്രധാനമന്ത്രി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, 2025 നാറ്റോയുടെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നെതർലൻഡ്സിലെ ഹേഗിലാണ് 2025 നാറ്റോ ഉച്ചകോടി നടക്കുന്നത്. നെതർലൻഡ്സിലെ ഹേഗില്. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റുട്ടെയാണ്. ആരാണ്? മാർക്ക് റുട്ടെയാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ. അടുത്ത പോയിന്റ്, 2029 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റൻസ് സ്പേസ് പ്രോഗ്രാമിലേക്കുള്ള ബഹിരാകാശ യാത്രികയായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജാൻവി ധങ്കട്ടിയാണ്. ജാൻവി ധങ്കട്ടി, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജാൻവി ധങ്കട്ടിയാണ് 2029 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റൻസ് സ്പേസിന്റെ പ്രോഗ്രാമിലേക്കുള്ള ബഹിരാകാശ യാത്രികയായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാൻവി ധങ്കട്ടി. അടുത്ത പോയിന്റ്, നാസയുടെ ഇന്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? ജാൻവി. ഇന്ത്യാസ് യങ്ങസ്റ്റ് അനലോഗ് ആസ്ട്രോണട്ട് എന്നറിയപ്പെടുന്ന ആരാണ്? ജാൻവി ധങ്കട്ടിയാണ്. ആരാണ്? ജാൻവി ധങ്കട്ടി. ആദ്യമായി സ്വന്തം ഭൂമിയിൽ മിസൈൽ പരീക്ഷണം നടത്തി ഏത് രാജ്യം? ജപ്പാൻ. ആദ്യമായി സ്വന്തം ഭൂമിയിൽ മിസൈൽ പരീക്ഷണം നടത്തി ജപ്പാൻ. ഏത് മാസമാണ് നടത്തിയത്? 2025 ജൂണിലാണ് നടത്തിയത്. അടുത്ത പോയിന്റ്, കരയിൽ നിന്ന് കപ്പലിലേക്ക് തൊടുന്ന ഹ്രസ്വദൂര മിസൈലാണ് പരീക്ഷിച്ചത്. പിന്നെ ഹൊക്കൈഡോ ദ്വീപിലെ ഷിൻസുനായി ആന്റി എയർ ഫയറിംഗ് റേഞ്ചിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ആളില്ലാ ബോട്ടിലേക്ക് മിസൈൽ തൊടുത്തായിരുന്നു പരീക്ഷണം. അടുത്ത പോയിന്റ്, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലെ പുരോഗതിയുമായി ബന്ധപ്പെട്ട റാങ്കിങ്ങിൽ ആദ്യ 100 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ആദ്യമായിട്ട് ഇടം നേടി. 193 രാജ്യങ്ങളുടെ പട്ടികയിൽ 67 പോയിന്റുമായാണ് ഇന്ത്യ ആദ്യ 100ൽ ഇടം നേടിയത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 99. എന്താണ്? 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 99 ആണ്. അടുത്ത പോയിന്റ്, ഫിൻലൻഡ് 1-ാം സ്ഥാനത്ത് തുടരുന്നു. സ്വീഡൻ 2-ാം സ്ഥാനത്തും ഡെൻമാർക്ക് 3-ാം സ്ഥാനത്തുമാണ് സുസ്ഥിര വികസന സൂചികയിൽ ഉള്ളത്. 1 ഫിൻലൻഡ്, 2 സ്വീഡൻ, 3 ഡെൻമാർക്ക്. ഇന്ത്യ 99-ാം സ്ഥാനത്ത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ആഗോള ബയോഫാർമ കമ്പനിയായ GSK വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ മലേറിയ വാക്സിൻ ആണ് RTSS. ഏതാണ്? RTSS. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയാണ് എൻവിഡിയ. ഏതാണ്? എൻവിഡിയ ആണ് ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി. അടുത്ത പോയിന്റ്, 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന 5 രാഷ്ട്രങ്ങൾ ഏതൊക്കെയാ? ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ. ഏതാണ്? 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന 5 രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നിവയാണ് സന്ദർശിക്കുന്ന രാജ്യങ്ങൾ. അടുത്ത പോയിന്റ് നോക്കാം. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാതെ ഇന്ത്യ. SSCയുടെ അധ്യക്ഷ പദവി ആർക്കാണ്? ചൈനയ്ക്കാണ് ഉള്ളത്. അടുത്ത പോയിന്റ്, ലാറ്റിൻ അമേരിക്കയിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ ഭരണാധികാരിയായ വയലറ്റ ഷാമോറോ അന്തരിച്ചു. എന്താണ് പ്രത്യേകത? ലാറ്റിൻ അമേരിക്കയിൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു വയലറ്റ ഷാമോറ. അടുത്ത പോയിന്റ്, അമേരിക്കൻ ഗായകൻ ബ്രയാൻ വിൽസൺ. ആരാണ്? ബ്രയാൻ വിൽസൺ അന്തരിച്ചു. ദ ബീച്ച് ബോയ്സ് ബ്രാൻഡിന്റെ
സഹസ്ഥാപകനാണ് ആര്? ബ്രയാൻ വിൽസൺ. അടുത്ത പോയിന്റ്, ഇസ്രയേൽ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനി കവയിത്രി ആരാണ്? പർണിയ അബ്ബാസി. ആരാണ്? പർണിയ അബ്ബാസിയാണ് ഇസ്രയേൽ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനി കവയിത്രി, പർണിയ അബ്ബാസി. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു ആണ് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള ദൗത്യം. എപ്പോഴാണ്? ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, പർവ്വതാരോഹകനും നാവികസേന മുൻ ഉദ്യോഗസ്ഥനുമായ ക്യാപ്റ്റൻ എം എസ് കോലി അന്തരിച്ചു. എന്താണ്? പർവ്വതാരോഹകനും നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥനുമായ ക്യാപ്റ്റൻ എം എസ് കോലി അന്തരിച്ചു. അടുത്ത പോയിന്റ്, അമേരിക്ക ഇറാനിൽ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നുള്ളതാണ് അമേരിക്ക ഇറാനിൽ നടത്തിയ ഓപ്പറേഷന്റെ പേര്, ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അടുത്ത പോയിന്റ്, മിസ് വേൾഡ് 2025 ആരാണ്? ഒപ്പാൽ സുഷാദ. ആരാണ്? ഒപ്പാൽ സുഷാദ. മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ തായ്ലൻഡുകാരിയാണ് ആര്? ഒപ്പാൽ സുഷാദ. പിന്നെ സ്തനാരോഗ്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്ന ഒപ്പൽ ഫോർ ഹെർ എന്ന ക്യാമ്പയിന്റെ ഉപജ്ഞാതാവാണ് ആര്? ഒപ്പാൽ സുഷാദ. അടുത്ത പോയിന്റ്, മിസ് വേൾഡ് ഗ്ലോബൽ അംബാസഡർ ആയിട്ട് ആരാണ്? സുധ റെഡ്ഡ തെരഞ്ഞെടുക്കപ്പെട്ടു. 1951 തുടങ്ങിയ മിസ് വേൾഡ് മത്സരത്തിന് ഗ്ലോബൽ അംബാസഡറെ നിയമിക്കുന്നത് ആദ്യമായിട്ട് ആണ്. അടുത്ത പോയിന്റ്, റഫാലിന്റെ നിർമ്മാതാക്കളായ ഫ്രഞ്ച് കമ്പനി ഡാസോ ഏവിയേഷനുമായി കരാറിൽ ഒപ്പിട്ടത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. എന്താണ്? റഫാലിന്റെ നിർമ്മാതാക്കളായ ഫ്രഞ്ച് കമ്പനി ഡാസോ ഏവിയേഷനുമായി കരാറിൽ ഒപ്പിട്ട കമ്പനി ഏതാണ്? ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. അടുത്ത പോയിന്റ്, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 146 കോടി. എന്താണ്? യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 146 കോടിയാണ് ജനസംഖ്യ. അടുത്ത പോയിന്റ്, G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക് തിരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ വിദേശ സന്ദർശനമാണ് കാനഡയിലേത്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പോയത്. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. കനേഡിയൻ പ്രസിഡന്റ് ആരാണ്? നിക്കോസ് ക്രിസ്റ്റോ ഡൗലിറ്റ്സ് ആണ്. നിക്കോസ് ക്രിസ്റ്റോ ഡൗലിറ്റ്സ് ആണ് കനേഡിയൻ പ്രസിഡന്റ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് അമിതാഭ് കാന്ത് രാജിവെച്ചു. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് അമിതാഭ് കാന്ത് രാജിവെച്ചു. 1980 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അമിതാഭ് കാന്ത് 2016 വിരമിച്ചെങ്കിലും വിവിധ പദവികളിൽ തുടരുകയായിരുന്നു. 2022 ജൂലൈയിലാണ് G20 കൂട്ടായ്മയിൽ ഇന്ത്യയുടെ ഷെർപ്പയായി അദ്ദേഹം നിയമിതനായത്. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് അമിതാഭ് കാന്ത് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. അടുത്ത പോയിന്റ്, വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 171 ആണ്. എത്രയാണ്? 71 ആണ് സ്ഥാനം. 171 അല്ല, 71 ആണ് ഇന്ത്യയുടെ സ്ഥാനം. 71. എന്താണ്? വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 118 രാജ്യങ്ങളുടെ പട്ടികയിൽ സ്വീഡനാണ് ഒന്നാമത്. തൊട്ട് പിന്നാലെ ഫിൻലൻഡ് ഉണ്ട്. ഡെൻമാർക്ക്, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് ആദ്യ 5-ലുള്ളത്. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 71 സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് 2025 ജൂണിലെ സ്പോർട്സ് ആണ്. 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് ചൈനയാണ്. 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം 24 ആണ്. 24 എണ്ണത്തിൽ 8 സ്വർണവും 10 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടുന്നു. അടുത്ത പോയിന്റ്, യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് ഫ്രഞ്ച് ക്ലബായ PSG ആണ്. ഓക്കെ, 2025 IPL ജേതാക്കൾ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ്. 2026 T20 വനിതാ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇംഗ്ലണ്ട് ആണ്. 2026 T20 വനിതാ ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. അടുത്ത പോയിന്റ്, ലോക പാര അത്ലറ്റിക് ഗ്രാൻഡ് പ്രിയിൽ സ്വർണം നേടിയത് ആരാണ്? മുഹമ്മദ് ബാസിൽ ആണ്. ആരാണ്? മുഹമ്മദ് ബാസിൽ. അടുത്ത പോയിന്റ്, പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിന്റെ വേദി എവിടെയായിരുന്നു? ബാംഗ്ലൂരു ആയിരുന്നു. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിംഗിന്റെ വേദി ബാംഗ്ലൂരു ആയിരുന്നു. അടുത്ത പോയിന്റ്, CIAS ഫുട്ബോൾ ഒബ്സർവേറ്ററി പുറത്തുവിട്ട പട്ടികയിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മൂല്യമേറിയ താരം ആരാണ്? ലാമിൻ യമാൽ ആണ്. ലാമിൻ യമാൽ
ബാഴ്സലോണയുടെ സ്പാനിഷ് പ്ലെയർ. അടുത്ത പോയിന്റ്, 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? കൊക്കോ ഗൌഫ് ആണ്. ആരാണ്? കൊക്കോ ഗൌഫ് ആണ്. അമേരിക്കൻ താരമായ കൊക്കോ ഗൌഫ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം 2025 കൊക്കോ ഗൌഫനാണ്. അടുത്ത പോയിന്റ്, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടം നോക്കാം. പുരുഷ വിഭാഗത്തിലെ ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. സ്പാനിഷ് അല്ലെങ്കിൽ സ്പെയിനിൽ നിന്നുള്ള കാർലോസ് അൽക്കാരസിനാണ് പുരുഷ വിഭാഗം ചാമ്പ്യനായത്. അമേരിക്കയുടെ കൊക്കോ ഗൌഫാണ് വനിതാ വിഭാഗം ചാമ്പ്യനായത്. അടുത്ത പോയിന്റ്, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടത്തിൽ മുത്തമിട്ട് ദക്ഷിണാഫ്രിക്ക. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ICCയുടെ ഒരു ട്രോഫി സ്വന്തമാക്കുന്നത്. അടുത്ത പോയിന്റ്, പുതുവർഷത്തിൽ രാജ്യാന്തര ക്രിക്കറ്റ് മത്സരത്തിന് തിരുവനന്തപുരം വീണ്ടും വേദിയാകുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിലെ അവസാന മത്സരം ജനുവരി 31 കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയം വേദിയാകുന്ന 7ാമത്തെ രാജ്യാന്തര മത്സരമാവും ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പര. അടുത്ത ചോദ്യം, 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയെയാണ്. ഈ 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസഡറായി തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ വർഷത്തെ ഇ സ്പോർട്സ് ടൂർണമെന്റിന്റെ വേദി എവിടെയാണ്? റിയാദ് ആണ്. എവിടെയാണ്? റിയാദ്. അടുത്ത പോയിന്റ്, 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു? ദക്ഷിണാഫ്രിക്കയാണ് ആണെന്ന് പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടമാണെന്ന് പറഞ്ഞു അല്ലെ. അടുത്ത പോയിന്റ്, ക്രിക്കറ്റിന്റെ രാജ്യസഭയായ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ്? MS ധോണിയാണ് ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത പോയിന്റ്, വനിതാ ബാറ്റർമാരുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആരാണ്? സ്മൃതി മന്ധനയാണ്. ആരാണ്? സ്മൃതി മന്ധന. അടുത്ത പോയിന്റ്, 2025 ഡൽഹി പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് ആരാണ്? കങ്കണ റണാവട്ട് ആണ്. ആരാണ്? കങ്കണ റണാവട്ട്. അടുത്ത പോയിന്റ്, ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി P മാളവികയാണ് ദേശീയ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച മലയാളി P മാളവിക. അടുത്ത പോയിന്റ്, ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര വിജയികൾക്ക് നൽകുന്ന പട്ടൗഡി ട്രോഫിയുടെ പുതിയ പേര് സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫി എന്നുള്ളതാണ്. സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫി. അതിന്റെ പഴയ പേരെന്താണ്? പട്ടൗഡി ട്രോഫി എന്നായിരുന്നു. അടുത്ത പോയിന്റ്, വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളറാണ് ആര്? ജസ്പ്രീത് ബുംറ. വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യ ഏഷ്യൻ ബൗളർ ജസ്പ്രീത് ബുംറ. അടുത്ത പോയിന്റ്, 2025 ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്ടിലാണ് 2025 ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത പോയിന്റ്, നീരജ് ചോപ്രയ്ക്ക് പാരീസ് ഡയമണ്ട് ലീഗിൽ സ്വർണം ലഭിച്ചു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ 88.16 മീറ്റർ കുറിച്ചാണ് നീരജ് ചോപ്ര സ്വർണത്തിൽ മുത്തമിട്ടത്. എവിടെയാണ്? പാരീസ് ഡയമണ്ട് ലീഗിൽ. അടുത്ത പോയിന്റ്, 2025 നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളിയാണ് ബി നിഖിൽ. ആരാണ്? ബി നിഖിൽ. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ ദിലീപ് ജോഷി അന്തരിച്ചു. ചോദിക്കാം, 2025 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ് എന്ന് ചോദിക്കാം. ഉത്തരം ദിലീപ് ജോഷി. അടുത്ത പോയിന്റ്, 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പില് 5 മെഡലുകൾ നേടി ഇന്ത്യ. 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 1 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം. ഓക്കെ, 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിന്റെ വേദി എവിടെയായിരുന്നു? ചൈനയിലെ എവിടെയായിരുന്നു? ബെയ്ജിങ്ങിലായിരുന്നു വേദി. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ആദ്യ ലോകകപ്പ് വിജയത്തിന് 42 വർഷം. ഇന്ത്യ ആദ്യമായി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് 1983 ജൂൺ 25 ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ആദ്യ കിരീടം നേടിയത്. ഇന്ത്യയുടെ ആ സമയത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? കപിൽ ദേവ് ആയിരുന്നു ക്യാപ്റ്റൻ. അടുത്ത പോയിന്റ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയ ഫീൽഡർ ആരാണ്? ജോ റൂട്ടാണ്. ഇംഗ്ലണ്ടിലെ ജോ റൂട്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയ ഫീൽഡർ. അടുത്ത പോയിന്റ്, ലോക ചെസ് റാങ്കിങ്ങിൽ 4ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ഇന്ത്യയിൽ പ്രജ്ഞാനന്ദയാണ് 1ാം സ്ഥാനത്ത്. ലോക ചെസ് റാങ്കിങ്ങിൽ 4ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ്. അടുത്ത പോയിന്റ്, 2029 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? അഹമ്മദാബാദാണ്. ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് വേദി ആകുന്നത്. 2029 ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ്. ഓക്കെ,
സർവീസിലുള്ളവരും വിരമിച്ചവരുമായ പോലീസ് ഉദ്യോഗസ്ഥർ, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് വേണ്ടിയാണ് മത്സരം നടത്തപ്പെടുന്നത്. 2 വർഷത്തിൽ ഒരിക്കലാണ് മത്സരം നടത്തപ്പെടുന്നത്. അടുത്ത പോയിന്റ്, അടുത്തിടെ വിരമിച്ച ഒളിമ്പ്യൻ KT ഇർഫാൻ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നടത്ത മത്സരം. അടുത്ത പോയിന്റ്, 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ആര്? സ്മൃതി മന്ദാന. ആരാണ്? സ്മൃതി മന്ദാന. ഇംഗ്ലണ്ടിനെതിരെയുള്ള വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ട് സ്മൃതി മന്ദാന നിരവധി റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ 50+ റൺസ് നേടിയ ബേത്ത് മൂണിയുടെ റെക്കോർഡിന് ഒപ്പം എത്താനും സ്മൃതി മന്ദാനയ്ക്ക് സാധിച്ചു. വനിതാ T20യിൽ മന്ദാന ഷെഫാലി വർമ്മ സഖ്യം ഏറ്റവും കൂടുതൽ 50+, 50ൽ കൂടുതൽ 21 തവണ നേടുന്ന കൂട്ടുകെട്ടുള്ള ജോഡിയായിട്ട് മാറി. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര വനിതാ T20യിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറുള്ള താരമായിട്ട് ആര് മാറി? സ്മൃതി മന്ദാന മാറി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കെനിയയിൽ നടന്ന റോൾ ബാൽ വേൾഡ് കപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിൽ ഏക മലയാളിയാണ് ആര്? ഗൗരവ് ഉണ്ണികൃഷ്ണൻ. ആരാണ്? ഗൗരവ് ഉണ്ണികൃഷ്ണനാണ് കെനിയയിൽ നടന്ന റോൾ ബാൽ വേൾഡ് കപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി. ഗൗരവ് ഉണ്ണികൃഷ്ണൻ. അടുത്ത പോയിന്റ്, പുരുഷ ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിലെ 1ാം സ്ഥാനം ആർക്കാണ്? നീരജ് ചോപ്രയ്ക്കായിരുന്നു. പുരുഷ ജാവലിൻ ത്രോ 1ാം സ്ഥാനം, ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നീരജ് ചോപ്ര. 2ാം സ്ഥാനം ആൻഡേഴ്സൺ പീറ്റേഴ്സ്, ഗ്രാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ്. 3ാം സ്ഥാനം ജൂലിയൻ വെബർ, ജർമ്മനിയുടെ ജൂലിയൻ വെബറിനാണ് 3ാം റാങ്ക്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ ജേതാവ് ആരാണ്? ലാൻഡോ നോറിസ് ആണ്. മക്ലാരന്റെ ലാൻഡോ നോറിസ് ആണ് ചാമ്പ്യൻ. 2ാം സ്ഥാനം ആർക്കാണ്? ഓസ്കാർ പിയാസ്ട്രിക്കാണ്. മക്ലാരന്റെ തന്നെ ഓസ്കാർ പിയാസ്ട്രിക്കാണ് 2ാം സ്ഥാനം. അടുത്ത പോയിന്റ്, 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി എവിടെയാണ്? രാജസ്ഥാൻ. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി രാജസ്ഥാനാണ്. അടുത്ത പോയിന്റ്, ICCയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്റ്റോപ്പ് ക്ലോക്ക് അവതരിപ്പിച്ചു. സ്റ്റോപ്പ് സംവിധാനം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റോപ്പ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ സ്പാനിഷ് ഗ്രാൻഡ് പ്രീ സ്വന്തമാക്കി ഓസ്കാർ പിയാസ്ട്രി. മക്ലാരന്റെ ഓസ്കാർ പിയാസ്ട്രിക്കാണ് ഫോർമുല 1 ഏതാണ് സ്പാനിഷ് ഗ്രാൻഡ് പ്രീയില് ജേതാവായിട്ട് ഓസ്കാർ പിയാസ്ട്രി മാറി. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ഈ ഒരൊറ്റ ഒരു ക്ലാസ് നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ 2025 ജൂണിൽ നടന്ന കറണ്ട് അഫയേഴ്സിന്റെ മൊത്തം ക്ലാസ്സും ഉൾപ്പെടുന്ന ക്ലാസ് ആണ്. എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലോട്ട് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.